ലൈഫിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമായിരിക്കും. അതും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോഴാണ് ആ പ്രശ്നം. നമ്മളെ നന്നായി സ്നേഹിക്കുന്നവർക്കേ നമ്മളെ നന്നായിട്ട് വേദനിപ്പിക്കാൻ പറ്റും. നമ്മളെ നന്നായിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നവരൊക്കെ നമ്മളെ നന്നായിട്ട് വഞ്ചിക്കാൻ പറ്റുള്ളൂ. പോവില്ല എന്ന് വെറുതെ പറയണം കേട്ടോ എല്ലാവരും. ചാൻസ് കിട്ടി എല്ലാവരും പോയിനകത്ത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പേയ്മെൻറ്റ് തരുന്ന വേറൊരു പ്രോഗ്രാം ഇല്ല, മലയാളത്തിലില്ല. പിന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ ബാക്കിൽ നിന്നേ ഷോട്ട് വെക്കുള്ളൂ, റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഞാൻ ആലോചിക്കും, അത് കാണിച്ചിട്ട് അവന്മാർക്ക് അരി കിട്ടണമെങ്കിൽ കിട്ടട്ടെ, വേണമെങ്കിൽ എനിക്ക് വണ്ണം കുറയ്ക്കാം. പക്ഷേ ഇപ്പം എനിക്ക് കുറയ്ക്കാൻ തീരുമാനമില്ല. പക്ഷെ എനിക്ക് കുറയ്ക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ കുറയ്ക്കും. ഇത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരം, എൻ്റെ മാത്രം അവകാശം, എൻ്റെ ഇഷ്ടമാണ്. മറ്റേന്ന് വെച്ചാൽ ചിന്തയൊന്നുമില്ലല്ലോ. എന്ത് ഈ TTRുമായിട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, തട്ടുകടക്കാരനെ അടിക്കാൻ പിടിച്ചിട്ടുണ്ട്. മഞ്ജു ചേച്ചിയും ലളിതാമ്മയുടെ കൂടെ ഈ 10 വർഷത്തോളം ഞാൻ അഭിനയിച്ചുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. കാരണം അത് അത്ര ഭയങ്കര ആർട്ടിസ്റ്റുകളാണ് രണ്ടുപേരും. അടുത്ത വർഷം ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കിനും എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ വലിയ രീതിയിലെത്തി. ഞാൻ എൻ്റെ ഫാമിലി ലൈഫിലും എൻ്റെ കരിയർ വൈസും ഞാൻ സക്സസ്ഫുള്ളായിട്ട് എനിക്കിങ്ങനെ വന്നിരിക്കാൻ പറ്റണം. അത് സാധിക്കുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈയിടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ കണ്ടതാണ് വീണ നായരുടെ ജീവിതത്തിൽ പുതിയൊരു സന്തോഷം, കല്യാണം എന്നൊക്കെ പറഞ്ഞത്. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. ചില ആൾക്കാർ ഇങ്ങനെ നമ്മൾ ചാൻസസിന് വേണ്ടിയിട്ട്, ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മളെ അവിടെ മിസ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയും കുറച്ച് മോശപ്പെട്ട അനുഭവം കുറച്ച് പേർക്കെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക്. വീണയ്ക്ക് അത്തരത്തിലുള്ളൊരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആരുടെയെങ്കിലും ഭാഗത്തുനിന്നൊരു മൂമെൻറ്റോ? ഞാൻ പറയട്ടെ, നമ്മളുടെ സിറ്റുവേഷൻ ഇപ്പം ഇൻഡസ്ട്രി എന്നല്ല, ഇപ്പം ഫിലിം ഇൻഡസ്ട്രി തന്നെ വിടൂ നിങ്ങൾ. ഏത് ഇൻഡസ്ട്രിയിലായാലും ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. കാരണം എനിക്ക് വേറെ വേറെ പല പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട്. അവർ പറഞ്ഞൊക്കെ ഞാൻ അറിയാറുണ്ട്. പക്ഷെ നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞാൽ നമുക്ക് പ്രശ്നം വരില്ല. ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ അപ്പം തന്നെ നോ പറഞ്ഞുകൂടെയെന്ന്. എല്ലാവർക്കും അങ്ങനെ പറ്റണം എന്നില്ല. എനിക്കിപ്പോൾ പറ്റും, എനിക്ക് പക്ഷേ മുന്നേ പറ്റണം എന്നില്ല. ഇപ്പോഴാണ് ഞാൻ സ്ട്രോങ് ആയത്. പക്ഷെ ഞാൻ പണ്ട് മുതലേ നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ട്, ഇങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവർ പാനിക്കാവും, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതാവും. അങ്ങനെയുണ്ട്, അങ്ങനെ ഒത്തിരി സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ മാക്സിമം നമ്മളിങ്ങനെയുള്ളല്ല, ഏത് ഇൻഡസ്ട്രിയിലായാലും നമുക്കിഷ്ടമില്ലാത്തല്ല, നമുക്ക് പറ്റാത്ത ഒരു കാര്യത്തിന് പറയുകയോ ചോദിക്കുകയോ ചെയ്യുമ്പം അപ്പം നോ പറയുക. അത് നോ പറയാതെ അഭിനയിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അന്ന് എന്നോട് അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വരാറില്ലേ, അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. അന്ന് നിങ്ങൾ നോ പറയാതെ അതിനകത്ത് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരുപാട് സഫർ ചെയ്താൽ ഞാൻ അതിനകത്ത് നിന്ന് എന്തിനാ അങ്ങനെ സഫർ ചെയ്യുന്നേ? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. ഇപ്പോൾ രമ്യ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പറ്റാത്ത ക്വസ്റ്റ്യൻസ്. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവാൻ റെഡി ആവണം. ഞാൻ രമ്യയുടെ ഈ ഷോ ചെയ്യാൻ ഇപ്പോൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, എന്നാൽ കൂടെ ആ പൈസ വെച്ചിട്ട് പോകാൻ റെഡി ആവണം. അതങ്ങനെ ആവണം. അല്ലെങ്കിൽ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഞാൻ ഈ ഫുള്ള് രമ്യ ഇതെല്ലാം ചോദിക്കുന്നതും കേട്ട് ഞാൻ അതിനൊക്കെ ആൻസറും ചെയ്തിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വേറെ എവിടെ വിളിച്ചെന്ന് പറയും, ഓഫ് രമ്യ ഭയങ്കരമായിട്ട് എന്നെ ചോദിച്ച് വെറുപ്പിച്ചു കേട്ടോ, ഞാൻ എന്ത് കഷ്ടപ്പെട്ടു എന്നറിയോ. എന്തിനാ അങ്ങനെ കഷ്ടപ്പെടണേ? രമ്യ ചോദിക്കുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. അതുപോലെ തന്നെയാണ് ഒരു സ്ഥലത്തൊരു സംഭവം നടക്കുമ്പം പറ്റില്ല എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനോടെങ്കിലും പറയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. അവരും അതിനെതിരെ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര വേസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ചെറിയ തമാശകളൊക്കെ പറയുമ്പോൾ ഞാൻ പറയൂ അളിയാ വേണ്ട കേട്ടോ എന്ന് പറയാറേ ഉള്ളൂ. ഞാൻ ദേഷ്യപ്പെട്ടു, നീ എന്തിനാ അങ്ങനെ ചെയ്തേ, അങ്ങനെയല്ല, നീ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞേ, അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോവുക. പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയുക. അത് പറയാൻ അറിയില്ലെങ്കിൽ പറയാൻ പഠിക്കണം.
അങ്ങനെയാണെങ്കിൽ ഞാൻ ബിഗ് ബോസിന്റെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, പേരൊന്നും പറയണ്ട, ഇതേപോലെ തന്നെ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്, നിങ്ങൾ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയുണ്ടായി. അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ നമ്മൾ അവിടെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ പറയുമായിരുന്നു. പക്ഷെ ആ പറഞ്ഞതിന്റെ പുറത്തും നിങ്ങളൊരു ടീം ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ നിങ്ങളൊക്കെ പലരുടെയും ശരിക്കും സൈബർ ബുള്ളിങ്ങിന്റെ ഒരു അറ്റാക്ക് തന്നെ നിങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വന്നു. ഉറപ്പായിട്ടും അതെന്താ കാര്യം എന്നറിയോ? അന്നത്തെ ബിഗ് ബോസ് നിങ്ങൾ 24 അവേഴ്സിൽ കണ്ടിരുന്നെങ്കിൽ ഈ സൈബർ ബുള്ളിങ് വരില്ലായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ആൾക്കാരുമായിട്ട് വഴക്ക് പിടിക്കുന്നതിൻ്റെ മുന്നത്തെ പോർഷനും പിന്നത്തെ പോർഷനും നിങ്ങൾ കാണുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ മുന്നേയും പിന്നെ ഇല്ലാണ്ട് ചിലപ്പോൾ ആ കണ്ടന്റ് മാത്രമായിരിക്കും ഇടുന്നത്. എന്തിനാ? അത് വേഗം കാണാൻ വേണ്ടിയിട്ട്, റീച്ച് കിട്ടാൻ. ഇത് തന്നെയാണ് ചാനലും ചെയ്യുന്നത്. കാരണം നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ എഗ്രിമെൻ്റ് ചെയ്തിട്ടാണ് നമ്മളെ കൊടുക്കുന്നത് ഈ പ്രോഗ്രാമിന്. അങ്ങനെ തന്നെ പറയാം. ശരിക്കും ഇതൊരു മെൻ്റൽ ഗെയിമാണ്. അത് ഭയങ്കര സൈക്കോളജിക്കലി നമ്മൾ പ്ലേ ചെയ്ത് കളിക്കേണ്ട ഗെയിമൊക്കെ അതൊക്കെ പിന്നീടാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും എത്ര പ്ലാൻ ചെയ്ത് പോയാലും അവിടെ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ലെന്നേ. നമ്മളെ ഗെയിം ആണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ വിട്ടു മറന്നുപോകും. പിന്നെ ദേഷ്യം വന്നാൽ അത് ഒതുക്കി പിടിച്ച് അങ്ങനെയൊന്നും പറ്റത്തില്ല. നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞാൽ ഗെയിം ആണല്ലോ, നമുക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നും നിങ്ങൾക്ക് അത് അവിടെ ഇങ്ങനെ നമുക്ക് അങ്ങനെ എല്ലാവരും പറയും ഇപ്പോഴും സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നോട്. ഞാൻ എത്ര വട്ടം പറഞ്ഞു സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മളെ വെച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കും. അതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതിനൊക്കെ പെർമിഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ആ പ്രോഗ്രാമിന് പോകുന്നത്. പ്രോഗ്രാമിൽ പോയി എല്ലാം കഴിഞ്ഞു വന്നിട്ട് അവരെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. എഗ്രിമെന്റിനകത്ത് വ്യക്തമായിട്ടെല്ലാം എഴുതുന്നുണ്ടേ. അപ്പോൾ അതെല്ലാം നമ്മളെല്ലാത്തിലും ആ സമയത്ത് അങ്ങ് സൈൻ ചെയ്തങ്ങ് പോകും. പക്ഷെ എഗ്രിമെന്റില്ലേ അവർ ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പറയുന്നതിൽ പ്രശ്നമൊന്നുമില്ല. രജിത്തേട്ടന്റെ പേരിലായിരുന്നു ഏറ്റവും അധികം നമുക്ക് എല്ലാവർക്കും സൈബർ ബുള്ളിങ് ഉണ്ടായത്. പക്ഷേ അത് മുഴുവനായിട്ട് എല്ലാവരും കണ്ടിരുന്നെങ്കിൽ ആ ബുള്ളിങ് ഒന്നും ഉണ്ടാവില്ല. കാരണം അതിന് മുന്നേ ഈ പുള്ളി മാറി വയ്ക്കുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ ചെന്ന് ചേട്ടനെ വിളിച്ചു, ചേട്ടാ വായട്ട കഴിക്കാൻ വായട്ട, ഇതൊന്നും പക്ഷെ വരില്ല. പുള്ളി മാറ്റിയിരുത്തുന്നത് എല്ലാരും പറയും വെൽ എഡിറ്റഡ് ആണ് ബിഗ് ബോസ് അല്ലേ? അത് അന്നായിരുന്നു. പക്ഷെ ഇപ്പൊ 24 വന്നപ്പോ കുറെയൊക്കെ അത് മാറി. പക്ഷെ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, രജിത്തിന് ഇത്രയും സപ്പോർട്ട്, പബ്ലിക് സപ്പോർട്ട് ഉണ്ട് എന്നൊരു പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നു എന്ന് വെക്കുക അതിനുള്ളിലിരിക്കുമ്പോൾ. അങ്ങനെ ആയിരുന്നെങ്കിലും നിങ്ങളുടെ ആക്ഷനും റിയാക്ഷനും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരുന്നല്ലോ. നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. നമുക്ക് ഓരോ വട്ടം അദ്ദേഹം സേഫ് ആകുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആൾക്കാരുടെ ക്ലാപ്പും അവിടുത്തെ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇദ്ദേഹം ഭയങ്കര സപ്പോർട്ടാണെന്ന്. പക്ഷെ നമ്മൾക്ക് എങ്ങനെയാ അങ്ങനെ സ്വിച്ച് ഇടാൻ പറ്റില്ലല്ലോ. എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. അദ്ദേഹം എന്നെ പേഴ്സണലി എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ. കാരണം ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അച്ഛൻ്റെ ചെറിയ ചായ ഉണ്ടായിരുന്നു പുള്ളിക്ക്. പക്ഷെ അത് പറയണ്ടെന്ന് എൻ്റെ കൂടെയുള്ളൊരു ആർട്ടിസ്റ്റ് പറഞ്ഞുകൊണ്ടാണ്, കണ്ടസ്റ്റൻസ് പറഞ്ഞുകൊണ്ടാണ് ഞാനത് എവിടെയും പറയാതെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് വെച്ച് കളിക്കുന്ന പോലെ ആയിപ്പോവും. അങ്ങനെ അതുകൊണ്ട് പറയണ്ട. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കണമായിരുന്നു. നമുക്ക് കളി അറിയില്ലല്ലോ. നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് അടുക്കളയിൽ കുക്കിങ്, ബന്ധം ഉണ്ടാക്കൽ, കൂട്ടുകാർ, അമ്മ, ചേച്ചി, മോനെ, അനിയനെ പോലെ ഒരാൾ, മറ്റേ ചേട്ടൻ, അച്ഛൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫാമിലി ഉണ്ടാക്കാൻ പോയ പോലെ ആയിപ്പോയി ബിഗ് ബോസിൽ. ഇത്രയും വലിയൊരു ഷോയിലൊരു അവസരം കിട്ടിയിട്ട് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല. എന്നിട്ടും 64 ദിവസം അവിടെ ഞാൻ നിന്നു. ഇപ്പം എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈശ്വര, ബിഗ് ബോസിൽ ഒരു വട്ടോടെയൊക്കെ ചാൻസ് കിട്ടിയാൽ ഇനി നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷെ ഇനി അവർ ചാൻസ് തരില്ലല്ലോ. പോവോ? പിന്നെ ഉറപ്പായിട്ടും പോവും. പിന്നെ അൾട്ടിമേറ്റ് ഉണ്ടല്ലോ. പോകുമെന്ന് പറയാൻ കാര്യം 2 കാര്യമാണ്. ഒന്ന്, ഇതെന്താന്ന് അറിഞ്ഞതിൻ്റെ എൻ്റെ രുചി പിടിച്ച് അതുകൊണ്ട് ഒന്നും കൂടെ പോകണം എന്നൊരു ആഗ്രഹം. ഈ പോവില്ല എന്ന് പറയുന്നവരെല്ലാവർക്കും ചാൻസ് കിട്ടിയാൽ പോവും. പിന്നെ അത് അങ്ങനത്തെ ഒരു മായാലോകം തന്നെ. അത് പോവില്ല എന്ന് വെറുതെ പറയണം കേട്ടോ എല്ലാവരും. ചാൻസ് കിട്ടി എല്ലാവരും പോയിനകത്ത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും പേയ്മെൻറ്റ് തരുന്ന വേറൊരു പ്രോഗ്രാം ഇല്ല, മലയാളത്തിലില്ല. അത്രയും പെർ ഡേ അത്രയും പേയ്മെൻറ്റ് തരുന്ന പ്രോഗ്രാമാണ്. അപ്പം അത് വേറെ മലയാളത്തിലില്ല. നമ്മൾ സഫർ ചെയ്യേണ്ടി വരിക നമ്മുടെ ഫാമിലിയൊക്കെ വിട്ടിട്ട് മാറി നിൽക്കുക എന്നുള്ളതാണ്. ആ പേയ്മെൻറ്റ് ആലോചിച്ചിട്ടാണെങ്കിലും പോവും. കാരണം നമ്മൾ കുറേ ദിവസം കഷ്ടപ്പെടുന്നതിലും ഈസിലി നമുക്ക് കിട്ടുന്ന എമൗണ്ട് അത്. അതുകൊണ്ടൊക്കെ എനിക്ക് പോകാൻ ഇപ്പോഴും ഇഷ്ടമാണ്. പക്ഷെ മുന്നേ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറയായിരുന്നു, അയ്യോ എനിക്ക് പോകണ്ട, പേടിയാന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാനതാ പറയണത്, നമ്മൾ ഈ മുന്നേ ഇപ്പം ഞാൻ പറയട്ടെ, ഒരു ഉദാഹരണം പറഞ്ഞോ ഒന്നും തോന്നരുതേ. ചെറുതിലെ ഞാനും എല്ലാവരും നമ്മൾ കിടക്കയിലും മൂത്രം ഒഴിക്കുന്ന ആൾക്കാരാണ്.
കിടക്കയിൽ മൂത്രമൊഴിക്കും കുഞ്ഞു കുട്ടികളെല്ലാവരും. നമ്മൾ വലുതാകുന്ന സമയത്ത് അത് മാറില്ലേ? അത് നമ്മൾ വലുതാകുമ്പോഴും കിടക്കയിൽ മൂത്രമൊഴിക്കോ? ഇല്ല. ഇല്ല. ഞാൻ ഇത് തമാശ രൂപേണ പറയണതാണ്. പക്ഷെ അതുപോലെ ഇപ്പം ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ വളർന്ന് വലുതാകുന്ന സമയത്തിൽ നമ്മൾ മുന്നേക്കുള്ള ട്രാവലിൽ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഡെപ്ത് മാറും. ഇപ്പം ഇന്ന് ഞാൻ രമ്യയോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ സംസാരിക്കണേ. നമ്മൾ വായിക്കുന്ന ബുക്സുകൾ, നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ എല്ലാം കൊണ്ട് നമ്മളുടെ മാറും, ഒത്തിരി മാറും. രമ്യക്ക് തന്നെ പണ്ടത്തെ രമ്യ അല്ല ഇപ്പോൾ. രമ്യ തന്നെ അറിയാം രമ്യ മെച്ചുവേർഡായിന്ന്. നമ്മുടെ കുട്ടിക്കളികൾ മാറും. എന്നാൽ നമ്മൾ കുട്ടി കളിക്കേണ്ടത് കുട്ടിക്കളി കാണിക്കുകയും ചെയ്യും. പക്ഷെ അത് പറയുമ്പം നാട്ടുകാർ പറയുന്നത് എന്താണെന്നറിയോ? പണ്ട് നീ അങ്ങനെയല്ലേ പറഞ്ഞിരുന്നത്, ഇപ്പം നീ എന്താ ഇങ്ങനെ പറയുന്നേ? അതിനൊരു ഉദാഹരണം, ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് ഈ മാലകളൊക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മാല ഇട്ടതിൻ്റെ പേരിൽ പിന്നീട് ഈ സ്ത്രീധനം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, അങ്ങനെ സ്ത്രീധനം വാങ്ങിക്കരുത്, സ്വർണം കൊടുക്കരുത്, അതൊക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ ഏറി കയറ്റി. ഇതിപ്പോൾ അന്നത്തെ 23-ാമത്തെ വയസ്സിലെ എൻ്റെ കാഴ്ചപ്പാടായിരിക്കില്ല 33-ാമത്തെ വയസ്സിലെത്തുമ്പോൾ. കാരണം നമുക്ക് അനുഭവങ്ങളും എല്ലാം വ്യത്യാസമല്ലേ. പക്ഷേ നമ്മുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അല്ല, ഈ സോഷ്യൽ മീഡിയയും അല്ലാത്ത ആൾക്കാരും എല്ലാവരും അന്നത്തെ ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഇത് തന്നെ പറയാം. നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ ചെറുതിലെ കിടന്ന് മൊളിന്ന് വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ കിടന്നുകൊള്ളാൻ പറ്റുമോ? ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കണേ. ചുമ്മാ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ അപ്പാവുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ ചിന്തകളും മാറണം. അത് അവർ സെൽഫായിട്ട് അനലൈസ് ചെയ്യാതെ അവർ ഈ കമൻ്റ് ഇടുന്നവർ ഒരു സെക്കൻഡ് ആലോചിക്കണം. ഇതൊറ്റ സെക്കൻഡ് ആലോചിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷെ അത് ആലോചിക്കില്ല. കാരണം അവർക്ക് ഫ്രസ്ട്രേഷൻ മുഴുവൻ തീർക്കേണ്ട സ്ഥലം ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ. സോറി, അത് ഞങ്ങൾ വീണാ നായർ കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ താഴെ ഇങ്ങനെ തന്നെ ഇടുള്ളൂ. വീണാ നായർ സാരി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ കമൻറ്റേ വരുള്ളൂ. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വീട്ടിലൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ സാരി എടുത്തു. നമ്മൾ ഈ പബ്ലിക്കിനെ ബോധേഡല്ലെന്ന് പറയുന്നത്, സാരി എടുത്തപ്പോൾ ഞാനിങ്ങനെ സ്വന്തമായിട്ട് ആലോചിക്കുക, സാരി എടുത്താൽ പറയും, ഓ എന്ത് വണ്ണമായവക്ക്, ഇവളെന്തുവാ. പിന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ ബാക്കിൽ നിന്നേ ഷോട്ട് വെക്കുള്ളൂ, റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഞാൻ ആലോചിക്കും, അത് കാണിച്ചിട്ട് അവന്മാർക്ക് അരി കിട്ടണമെങ്കിൽ കിട്ടട്ടെ, രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് അവർ എനിക്ക് സമാധാനിക്കാൻ, ഇത് കാണിച്ചിട്ട് അവന്മാർ പൈസ ഉണ്ടാക്കി വീട്ടിൽ അരി കൊണ്ട് കൊടുക്കണ്ടല്ലോ, സന്തോഷം. അല്ലാതെ ചെയ്തോട്ടെ, നമ്മൾ പറഞ്ഞില്ലെങ്കിലും അവർ ചെയ്യും. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അതിനിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും വെറുതെയാണ്. നായയുടെ വാല് കുഴലിലിട്ടാൽ ശരിയാവില്ല പറയില്ലേ, അതുമാതിരി അത്. അപ്പോൾ ഈ ഡ്രസ്സ് എടുത്തിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരു ജീൻസും ഒരു കുർത്തയും എടുത്തു. ഇനിയിപ്പോൾ ജീൻസ് ഇട്ടാലും പറയും അവളെ ഇപ്പോൾ, എനിക്ക് 40-45 വയസ്സുണ്ടല്ലോ, മറ്റേ ക്യാരക്ടർ ചെയ്ത് തന്നെ അങ്ങനെയാണല്ലോ പോർട്രേറ്റ് ചെയ്തേക്കുന്നത്. അവളിപ്പോൾ വയസ്സാങ്കാലത്ത് ജീൻസും കുർത്ത ഇട്ടുകൊണ്ട് ഇറങ്ങിയേക്കുക, അത് പറയും. ഇനിയിപ്പോൾ അല്ലാതെ എന്തെങ്കിലും സെറ്റ് മുണ്ട് കൊടുത്തോ, അയ്യോ എന്നെ അമ്മച്ചിയായിട്ടായിരിക്കുന്നു, എന്നെ വണ്ണാന്ന്. ഇപ്പോൾ എനിക്ക് തുണി എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്, എന്തിട്ടാലും കുറ്റം പറയും. ഇവിടെ കേരളത്തിൽ ലതികയുടെയും ബാബുവിൻ്റെയും മോളാണ് ഞാൻ. അതുപോലല്ലേ വരുള്ളൂ. എല്ലാവർക്കും വെളുത്തു മറ്റേ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കളറിൻ്റെ പേരിൽ ഇത് ചെയ്യുന്നത്. നീ എന്ത് കോലമാണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. എല്ലാവർക്കും സുന്ദരികളായിട്ടിരിക്കാൻ പറ്റുമോ? എൻ്റെ രീതിയിൽ ഞാൻ ഭയങ്കര കംഫർട്ടാണ്. എനിക്കിതിന് കൊണ്ടൊരു അസുഖം വന്നാൽ മാത്രമല്ല ഞാൻ ടെൻഷൻ അടിക്കേണ്ടതുള്ളൂ. എൻ്റെ ഈ ശരീരത്തിൽ ഞാൻ ഭയങ്കര സന്തുഷ്ട. അസുഖമില്ലാത്ത ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാതെ ഞാൻ കുറേ, എനിക്ക് വേണേൽ സർജറി ചെയ്ത് എനിക്കിപ്പോൾ സിറോസിസ് ആവാൻ പറ്റും. കണ്ടിന്യൂസ് ഞാൻ ജിമ്മിൽ പോയാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുട്ടിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഒരു ലിമിറ്റിനപ്പുറം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പറയുന്ന പൊന്നമനെ പൊടുന്ന ന്യായങ്ങളാട്ടോ. വേണമെങ്കിൽ എനിക്ക് വണ്ണം കുറയ്ക്കാം, പക്ഷെ ഇപ്പം എനിക്ക് കുറയ്ക്കാൻ തീരുമാനമില്ല. പക്ഷെ എനിക്ക് കുറയ്ക്കാൻ തോന്നുന്ന സമയത്ത് ഞാൻ കുറയ്ക്കും. ഇത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ശരീരം എൻ്റെ മാത്രം അവകാശം, എൻ്റെ ഇഷ്ടമാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്ക് വണ്ടിച്ചെക്കുകൾ കിട്ടിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരു സമയത്ത് തുടക്ക സമയങ്ങളിൽ ബാക്ക് ടു ബാക്ക് ഒരുപാട് വണ്ടിച്ചെക്കുകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ് വീണ നായർ. ഒരുപാടില്ല, പക്ഷെ ചെക്കുകൾ കിട്ടിയിട്ടുണ്ട്. ആണ് അല്ലേ? അപ്പൊ എന്തായാലും ഒന്നിക്ക് 2-3 കിട്ടിയിട്ടുണ്ട്. അത് ഈ അന്നൊന്നും പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വരികയല്ലേ, നമുക്കതൊന്നും ചോദിക്കാനുള്ളതില്ല, ചെക്ക് കൊണ്ട് വിൽക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ പക്ഷെ അതിന് ശേഷമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് എന്താന്ന് ഇപ്പം എനിക്കിത് മനസ്സിലാവും. ഞാനൊരു പ്രൊഡക്ഷൻ തുടങ്ങിയപ്പം, നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. ഒരു 5-8 ദിവസം കഴിയുമ്പം ബഡ്ജറ്റൊക്കെ കയറിയിട്ട് ഇവരുടെ കയ്യിൽ നിൽക്കാതെ മനഃപൂർവ്വം ഒരാളും പൈസ തരാതിരിക്കില്ല.
കയ്യിലില്ലാഞ്ഞിട്ട് തന്നെയായിരിക്കും ഇത് സംഭവിച്ചേക്കുന്നത്. ഓക്കെ. അല്ല കയ്യിൽ നിന്ന് പിടിവിട്ടിട്ടായിരിക്കും അതെനിക്ക് ഇപ്പം മനസ്സിലാവും. ഓക്കെ. കാരണം ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് ഇത് ഇപ്പോൾ Z5 വേണ്ടിയിട്ടാണ്. ജൂണിൽ അത് ടെലികാസ്റ്റിംഗ് ആണ് Z5 വെബ് സീരീസ് ആണ്. വെബ് സീരീസ് വീണ നായർ പ്രൊഡക്ഷൻസ് സീല് അതെ. എന്ന് വരും ടെലികാസ്റ്റിംഗ്. ഈ ജൂൺ 13 എന്നാണ് പറഞ്ഞത്. എന്തോ ഡേറ്റ് ചിലപ്പോൾ ചേഞ്ച് ആവുമായിരിക്കും. പക്ഷേ ഈ ജൂണിൽ അത് ടെലികാസ്റ്റിംഗ് ആണ്. വീണ നായർ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ആദ്യമായിട്ട്. മുന്നേ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു വലിയ പ്രൊജക്റ്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എന്താ പറയുന്നത്, അങ്ങനെ സംഭവിച്ചു പോയതെന്ന് പറയുന്നതായിരിക്കും കേട്ടോ സത്യം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലാതെ ഒരു പ്രൊഡ്യൂസർ ആവാനും മാത്രം എനിക്ക് ബാക്കപ്പോ ഫണ്ടോ ഒന്നും എനിക്കില്ല. കാണുന്നവർ അവള് ഭയങ്കര പൈസ, അതൊന്നല്ല. ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ ചെയ്തു തുടങ്ങുന്നതാണ്. എനിക്ക് ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത് ഷൂട്ട് തുടങ്ങി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റർ പതുക്കൽ വെച്ചിട്ട് ഒറ്റയടിക്ക് മാറി. ലൊക്കേഷനിൽ വെച്ചിട്ട് ഞാൻ അറിയാണ് ഇനി മുന്നോട്ട് എനിക്ക് ഷൂട്ട് പോണെങ്കിൽ ഞാൻ ഡ്രൈ ആയി. ഞാനതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് എനിക്കിപ്പോഴും. എൻ്റെ കൂടെ നമ്മുടെ പ്രൊജക്ട് ഹെഡ് ഉണ്ട് ഉണ്ണി, അവനും എൻ്റെ ബ്രദറും. ഞാൻ ചേട്ടൻ്റെ അടുത്തോട്ട് വന്നു, ചേട്ടാ ഞാൻ എന്താ ചെയ്യുക, ഞാൻ പെട്ടു ചേട്ടാ, ആള് മാറി, ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ആദ്യം തുടങ്ങിയിട്ടുണ്ടല്ലോ, ഇവരെ അറിയിക്കാൻ പാടില്ലല്ലോ. ഷൂട്ട് തീരുന്നത് വരെ അറിയിച്ചില്ല. പക്ഷെ ലാസ്റ്റ് 3 ദിവസത്തെ മുതൽ അങ്ങോട്ട് ഒരു പെൻഡിങ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഷൂട്ട് ക്ലോസ് ചെയ്തത്. എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത്, ആർട്ടിസ്റ്റുകളൊക്കെ ഡേ നൈറ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ക്രൂവും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഓൾമോസ്റ്റ് എല്ലാം നല്ലൊരു ഇൻവെസ്റ്റർ വന്നു. വന്നപ്പം ഭയങ്കര വലിയൊരു ഇൻവെസ്റ്റർ വന്നു. അതായത് തമിഴിലൊക്കെ വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയൊരു ടീമാണ് എനിക്ക് കിട്ടിയത്. അത് ഭയങ്കര എന്താ പറയുക, വളരെ ആക്സിഡൻ്റലി അതൊക്കെ സംഭവിച്ചത്. അത് വന്നു, പ്രശ്നങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഔട്ട് 2 ദിവസത്തിനകത്ത് Z5 കൊടുക്കുകയാണ്. ശബരീഷ് വർമ്മയാണ് ഹീറോ. ഷാജു ശ്രീധർ ഉണ്ട്, ശ്രീജിത്ത് രവി, ജയൻ ചേർത്തല, ബാലാജി, മനോഹരി അമ്മ, പിന്നെ അമ്പാടി ഉണ്ട് ഇതിനകത്ത്. ഒത്തിരി ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സെന്തിലേട്ടനുണ്ട്, പിന്നെ ആദ്യ പ്രസാദ് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഹീറോയിൻ. അങ്ങനെ ഒരു വലിയ ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഇവരൊക്കെ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പുറത്ത് വന്നിരിക്കുന്നതാ. കാരണം വളരെ ചെറിയ ഡേയ്സിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. ഡേ നൈറ്റ് ഷൂട്ടിന് ഇവരൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. സുനീഷ് വാർനാടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്, മോഹൻലാലിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പിന്നെ ഡയറക്ടർ സൈജു ആണ്, ഈരയുടെ ഡയറക്ടർ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുള്ള് പോസ്റ്റ് പ്രൊഡക്ഷൻ ബാക്കപ്പ് ഫുള്ള് തരുന്നത് വൈൻ എന്ന് പറഞ്ഞ ഒരു വൈൻ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു ടീമാണ്. എൻ്റെ എന്താ പറയുക, ഇപ്പം ഞാനായിട്ട് ഉണ്ടാക്കി വെച്ച എൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷനിൽ മൊത്തം. അത് എൻ്റെ വലിയൊരു അസറ്റാണ്. മുന്നേ ഇപ്പോൾ വേറൊരു OTT പ്ലാറ്റ്ഫോമിൽ വലിയൊരു വെബ് സീരീസിന് കൊടുത്തിരിക്കുന്നു. ഈ വർഷം ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങളാട്ടോ. ഇപ്പം ഈ പ്രോജക്റ്റിൽ നിന്ന് എനിക്ക് ഭയങ്കരമായ ലാഭങ്ങളൊന്നും ഉണ്ടാവണം എന്നില്ല. പക്ഷെ എനിക്കിതൊരു ഭയങ്കര ഒരു പഠിക്കാനും അല്ല, അതിൻ്റെ എല്ലാവരും കൂടെ അങ്ങനെ നിന്നുകൊണ്ട് മാത്രമാണ് ആ പ്രൊജക്റ്റ് ഇതുവരെ എത്തിയത്. അതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അവർക്ക് വേണ്ടിയിട്ടുള്ളതാ. അവരുടെ ഫോട്ടോയാണ് ലോഗോ. അവരുടെ ഫോട്ടോ, രണ്ടുപേരുടെ ഫോട്ടോ വരച്ചെടുത്തിരിക്കുന്നതാണ്, സ്കെച്ച് ചെയ്തെടുത്തിരിക്കുന്നതാണ് എൻ്റെ ലോഗോ. കാരണം അവരെ കാണിക്കണം എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ. അതെ, അവരില്ലായിരുന്നേ ഞാനേ ഇല്ലല്ലോ. സത്യം. അവരേതോ ഒരു ലോകത്തിൽ ഇരുന്നിട്ട് ഇതെല്ലാം കണ്ടെന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോട് പറയും, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അടുത്തിരിക്കുമ്പോൾ പേരൻസിൻ്റെ കോള് വരുമ്പോൾ എടുക്കത്തില്ല. ഞാൻ ഉടനെ വഴക്ക് പറയും, എടോ ഉള്ളതിൻ്റെ വില നിനക്ക് അറിയാഞ്ഞിട്ടാട്ടോ. ഇതില്ലാതായി പോകുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അന്നായിരിക്കും നിങ്ങളത് ബുദ്ധിമുട്ടുക. എൻ്റെ 2-3 ഫ്രണ്ട്സ് എൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നു പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യണം. ഇത് എനിക്കിത് ഇല്ലാത്തതിൻ്റെ വേദന ഉണ്ടല്ലോ, അത് ഓരോ ദിവസം ഉണ്ടേ. ഉള്ളപ്പം നമ്മൾ വിളിക്കാനും നമുക്ക് സമയമില്ല. അമ്മയല്ലേ എപ്പോഴെങ്കിലും വിളിച്ചാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, ലോകത്തിൽ അവർ മക്കളെ മാത്രം വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാ. അവരെ വിളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റൂ. അങ്ങനെ കണ്ടെത്താത്തവരായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. കാരണം ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല. വേറൊന്ന് ചോദിക്കട്ടെ, വീണ മുൻചുണ്ടിക്കാരിയാണോ?
ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. വീണ ഒരു തട്ടുകടക്കാരനായിട്ട് വഴക്കുണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. ട്രെയിനിൽ പോയപ്പോൾ ഒരു TTR ആയിട്ട് അടി ഉണ്ടായി എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സെറ്റിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറ്റിച്ച ഒരാളെ തിരിച്ചടിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെയൊക്കെ കുറെ ഒരു വില്ലത്തി വേഷങ്ങൾ ലൈഫിൽ പലപ്പോഴായിട്ടും. എൻ്റെ നമ്മളൊരു പ്രായത്തിൽ എടുത്തുചാട്ടായിരിക്കും മൊത്തം, മുന്നും പിന്നും നോക്കത്തില്ല. ഇപ്പോൾ ഒരു വഴക്കുണ്ടായ കൂടെ ബാക്കി എന്ത് വരുന്നെന്ന് ചിന്തിക്കില്ലെന്നേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ചിന്തിച്ചേ പറ്റൂ, വീട്ടിൽ കുഞ്ഞുണ്ട്. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് മറ്റേന്ന് വെച്ചാൽ ചിന്തയൊന്നുമില്ലല്ലോ. ഈ TTRുമായിട്ട് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. തട്ടുകടക്കാരനെ അടിക്കാൻ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോയിൽ എന്നെ വിളിച്ചിട്ട്, എനിക്ക് അറിയില്ലായിരുന്നു, മറ്റേ കോമഡി എന്താണ് പറയുക, ഈ പ്രാങ്കായിരുന്നു. അതിനകത്ത് മാത്തുക്കുട്ടിയാ റെഡ് FM വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് തല്ലിയിട്ടുണ്ട്, ശരിക്കും ചീത്ത വിളിച്ച് തല്ലിയിട്ടുണ്ട്. എനിക്ക് ആ സമയത്തൊക്കെ ഇപ്പം എനിക്ക് ഹാൻഡിൽ ചെയ്യാനറിയാം. അന്നൊന്നും ഇപ്പോഴെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 വർഷം ആയതേ ഉള്ളൂ രമ്യ ഞാൻ ആ ഒരു ട്രാക്കിലേക്ക് എത്തിയിട്ട്. എൻ്റെ ഒരു 4 വർഷം മുന്നേ ഉള്ള ഇൻ്റർവ്യൂവും എൻ്റെ ഇപ്പോഴത്തെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ ലൈഫിലെ എക്സ്പീരിയൻസും നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളുമാണ് നമ്മളെ ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്യുന്നത്. പണ്ടത്തെ ഞാനായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യം പറയുമ്പം കരഞ്ഞ് ഒരു വഴി എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ കരഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. അതെൻ്റെ മാത്രം ഒരു സാധന, അതവിടെ ഇരുന്നോട്ടെ. എല്ലാവരും അങ്ങനെയാ. അല്ലാതെ ഞാനത് എല്ലാവരും പറയും നീ ഇങ്ങനെ എല്ലാം കൂടെ, ചില സമയത്ത് സ്ട്രെസ് എല്ലാം കൂടെ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും നീ ഒന്ന് കരയുന്നെങ്കിൽ കരയ്. അങ്ങനെ എന്നോട് പറയുന്നവരുണ്ട്. പക്ഷെ അതങ്ങനെ ഇപ്പം പണ്ടത്തെ പോലെ പറ്റത്തില്ല. പക്ഷെ പൊട്ടിയാലോ അങ്ങനൊരു പൊട്ടലായിരിക്കും പൊട്ടണേ. പിന്നെ നോർമലി ഈ പീരീഡ്സ് ടൈമിൽ ഭയങ്കര പ്രശ്നമാണ്. മൂഡ് സ്വിങ്സ് വരും. അത് ഈ ഹോർമോൺ ഇൻബാലൻസും ഈ PCOD ഒക്കെ ഉള്ളതുകൊണ്ട് മൂഡ് സ്വിങ്സ് അത് ആ ഒരു 3-4 ദിവസം വർക്കൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമുള്ളൂ. ഫുൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മൂഡ് സ്വിങ്സും ഇല്ല, ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ എൻഗേജ്ഡ് ആണ്. വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും ചോദിക്കും ഇവിടെ എന്താ വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ. ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ കേട്ടിട്ടുള്ള വേടാത്. നിനക്ക് മാത്രമേ പീരീഡ് ഉള്ളോ? അത് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പോലെ ആയിരിക്കില്ല വേറൊരാൾക്ക്. എൻ്റെ ഏട്ടത്തിയമ്മയ്ക്കൊക്കെ ഇത് വന്നു പോകുന്നത് പോലും ഒരാളും അറിയില്ല. വേദനയില്ല, ഒന്നുമില്ല. എനിക്കൊക്കെ വേദന വന്നാണ്ടല്ലോ അമ്മാതിരി വേദനയാണ്. പക്ഷെ വർക്കിലായിരിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയില്ല. വെറുതെ വീട്ടിലായിരിക്കുമ്പോഴാണ് ഇതൊക്കെ അറിയാം. വെറുതെ ഇരിക്കുമ്പോൾ പല അതെ, ഓരോരോ കാര്യങ്ങള് ചിന്തകളും വന്ന് അതും പറഞ്ഞ് കരഞ്ഞ് അങ്ങനെ ഒരു സാധനം ഉണ്ട്. പക്ഷെ വർക്കിലാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, എൻഗേജ്ഡ് ആണെങ്കിൽ. ഈ വണ്ടിച്ചെക്ക് കിട്ടിയ കാര്യം പോലെ തന്നെ ഒരുപാട് ആക്സിഡൻസ്, അതും പ്രത്യേകിച്ച് കാർ ആക്സിഡന്റും വീണൊക്കെ ഒരുപാട് ലൈഫിൽ വന്നിട്ടുണ്ടെന്ന് അറിയാം. ഒരുപാടല്ല, എന്നാലും ഒരെണ്ണം ഭയങ്കരമായിട്ട് വയനാട് പോയിട്ട് ഒരു ഇപ്പോഴും എനിക്ക് അറിയത്തില്ല ഞാൻ ആ കുഴിയിലേക്ക് പോയിട്ട് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അന്ന് ആരായിരുന്നു ഡ്രൈവ് ചെയ്തത്? ഞാൻ തന്നെ. നമ്മുടെ മിസ്റ്റേക്ക് ആണോ അതോ? അതായത് നല്ല മഴയുള്ള സമയത്താണ്. ഞാനുണ്ട്, എൻ്റെ ഭയങ്കര ക്ലോസ് ഒരു അനിയൻ. അവൻ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അവൻ്റെ വൈഫും ഉണ്ട്. പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കണു വയനാടേക്ക് പോവാന്ന്. അപ്പോൾ അവർ വന്നതാ ദുബായിൽ നിന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് എൻ്റെ യാത്രകളൊക്കെ ഭയങ്കര സഡനാണ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്തു അങ്ങനെ അങ്ങ് പോവാം. അപ്പോൾ എന്നാ പോവാം എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ഇവിടുന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പം വിട്ടു. ലക്കിടിയിലെ പാലം ചെറുതാണ്, അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഇടുങ്ങിയ ഒരു പുഴ ഒഴുകുന്നു. പക്ഷെ നല്ല നല്ല മഴയത്ത് നല്ല ഒഴുക്കാണ് പുഴയ്ക്ക്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ മണ്ണിൻ്റെ എന്തോ സാധനം കൊണ്ടിട്ടിട്ട് നല്ല ചേറ് പോലെ ചെളിയാണ്. നല്ല ഫാസ്റ്റിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ ഇന്നോവയാണ്. അപ്പം നല്ല സ്പീഡിൽ വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ട്രക്കും അതിൻ്റെ ഇപ്പുറേ കൂടെ വേറൊരു ഇന്നോവയും കൂടെ കയറി വന്നു. ഞാൻ ഈ പാലത്തിലേക്ക് കയറിയപ്പം ഞാൻ പക്ഷെ വെട്ടിച്ചത് ചേറിലേക്കാ തെന്നി പോയിട്ട് വണ്ടി ഇത് ഇങ്ങനെ. ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ കൂടെ പുഴ ഒഴുകുക. എനിക്ക് സമയത്ത് ഞാൻ ആകെ പറഞ്ഞതുള്ളൂ പാനിക്കാവണ്ട. അപ്പം ഇവള് ഫ്രണ്ടിലായിരിക്കും, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അവള് അതിനിടയ്ക്ക് പോയി. പിന്നെ അവള് മെലിഞ്ഞതാ. അപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നില്ല, പേടി. കാരണം നമ്മൾ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഈ സീറ്റിൽ മറ്റേ സ്റ്റിയറിങ്ങിൽ കിടക്കുക ഇങ്ങനെ വീണിട്ട്. കാരണം ഈ ആംഗിളിലല്ലേ കാർ നിൽക്കുന്നത്. അത്
ഒരു കല്ലേൽ ഡീസൽ ടാങ്ക് തട്ടി നിൽക്കുക, എന്നിട്ട് കാപ്പിമരത്തേലാണ് വണ്ടി നിൽക്കുന്നത്. അനങ്ങിയ താഴെ പോകുന്ന കാരണം വെള്ളം നല്ല സ്പീഡിൽ ഫ്രണ്ടിൽ കൂടെ ഒഴുകും, നമുക്ക് കാണാം ഇങ്ങനെ. പെട്ടെന്ന് തന്നെ ആൾക്കാർ കൂടി ബാക്കിൽ നിന്ന് അവർ ലോക്ക് ചെയ്തു കയറ് വെച്ചിട്ട്. എന്നിട്ട് ബാക്കിലത്തെ ഡിക്കി ഓപ്പണായി. ഞാനാ ലാസ്റ്റ് ഇറങ്ങിയത്. ഞാൻ എമ്മൻ ചെയ്ത ബ്രേക്കിൽ നിന്ന് കാലെടുക്കത്തില്ലായിരുന്നു. ബ്രേക്കിൽ നിന്ന് എങ്ങാനും കാലെടുത്താൽ വണ്ടി വീണു പോയാലോ. പക്ഷേ ലാസ്റ്റ് കയറി. എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി അപ്പം. കാരണം എൻ്റെ പെട്ടെന്ന് എൻ്റെ വയറെല്ലാം കൂടെ വീർത്ത് എൻ്റെ ബോഡിയൊക്കെ ഹീറ്റായി. പിന്നെ ഹോസ്പിറ്റലിൽ പോയി. ട്രിപ്പ് മുടക്കിയില്ല, വണ്ടി അവിടെ കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ വേറെ ആളെ ഏൽപ്പിച്ച് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന് വണ്ടിക്ക് ഒരു പ്രശ്നമില്ലെന്ന്. ആണോ? വണ്ടിയുടെ ഈ ഡീസൽ ടാങ്ക് ഒന്ന് ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ബമ്പർ മുഴുവൻ പോയി പോയി. ഒന്ന് ചളി. അപ്പോൾ അത് ബമ്പർ മുഴുവൻ ഞങ്ങൾ റിമൂവ് ചെയ്തിട്ട് ആംഗ്രി മോഡൽ തിരിച്ചിങ്ങ് ഓടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് നേരെ ഇന്നോയിൽ ഷോപ്പിൽ കൊണ്ടൊക്കെ ഇട്ടു. കൊട്ടായിട്ട് കൊടുത്ത് വേറെ ദൈവാനുഗ്രഹിച്ച് അപകടങ്ങളായിട്ട് അങ്ങനെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ പരിക്കുകളൊന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല, ഭഗവാൻ കാത്തു. ശരിക്കും കാത്തു. ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളല്ല, അല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ എന്ത് വന്നാലും ഇന്നിപ്പം വളരെ ബോൾഡായിട്ട് അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിളായി വീണ, അല്ലേ? അതെ അതെ. വീണയ്ക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ആദ്യം വീണ നമ്മുടെ ഈ ഒരു ഫാമിലി മെമ്പർ ആവുന്നതിനും ഇപ്പം ഞങ്ങളുടെ ഫാമിലി മെമ്പറാണ് വീണ. അതിൻ്റെ തുടക്ക സമയത്ത് എനിക്ക് ഒരു 2.5-3 വർഷം മുമ്പാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ അന്ന് ആദ്യം വീണയുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ വീണ വരാൻ വേണ്ടി നിന്നു. ആ സമയത്ത് ഫോൺ ഓഫായിപ്പോയി വീണയുടെ. ആ ഓർമ്മയുണ്ടോ ഇൻസിഡൻറ്റ്? ഫോൺ ഓഫായിപ്പോയി. എന്നിട്ട് എവിടെയാ ലൊക്കേഷൻ, എങ്ങോട്ടാ എത്തണ്ടേ, ഇതൊന്നും വീണയ്ക്ക് അറിയില്ല. പക്ഷെ വീണ അയ്യോയോ എനിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യാണല്ലോ, ഞാൻ എന്ത് ചെയ്യും? പക്ഷെ വീണയ്ക്ക് നമ്മുടെ നമ്പർ അറിയില്ല, ഒന്നും അറിയില്ല. അവസാനം വീണ എടുത്തൊരു എഫേർട്ട്. വീണ ഭയങ്കര അപ്പോൾ അവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഇതായി വളരെ ബ്രില്യൻ്റ് ആയിട്ട് പെട്ടെന്ന് ഗൂഗിളിൽ കയറി നമ്പർ എടുത്ത് നമ്പർ എടുത്ത് വിളിച്ച് അത് വീണ. എന്നിട്ട് നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ച് അഡ്രസ്സ് നോക്കി മനസ്സിലാക്കി വീണ അന്ന് അങ്ങ് എത്തുമായിരുന്നു. എന്നിട്ട് അങ്ങനെ കറക്റ്റ് ടൈമിൽ ഒരു മിനിറ്റ് പോലും ലേറ്റ് ആയില്ല, ലേറ്റ് ആവാണ്ട് വീണ കറക്റ്റ് സമയത്ത് നമ്മുടെ ഓർമ്മയുണ്ടോ? അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ എന്തൊരു നല്ല കാര്യങ്ങൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു ഭാഗമാണ് വീണ. കാരണം ഇവിടെ അപ്പൂസ് ആണെങ്കിലും എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നതാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഫാമിലി മെമ്പർ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും അഡ്രസ്സ് ചെയ്യണത്. വളരെ അഭിമാനത്തോടെയും ഒരുപാട് സന്തോഷത്തോടെയും നിങ്ങളുടെ ഓരോ ഗ്രോത്ത് കാണുമ്പോഴും നിങ്ങളുടെ ഓരോ പ്രൊജക്റ്റ് കാണുമ്പോഴും നിങ്ങളുടെ കൂടെ നമ്മൾ നിൽക്കുന്നതും എല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ വിളിക്കുമ്പോൾ ഓടി വരുന്നത്. പക്ഷെ ഒറ്റ വിഷമേ ഉള്ളൂ, ഒരിക്കലും ഇനിയൊരു വീഡിയോയുടെ ഫ്രണ്ടിൽ പോയി ഞാൻ കരയില്ലെന്ന് തീരുമാനിച്ചതാ. പക്ഷെ ഇന്ന് ചെറുതായിട്ട് കരഞ്ഞു. ഞാൻ അങ്ങനെ കരയിക്കാനൊന്നുമല്ല, നമ്മൾ അറിഞ്ഞ് ഞാനും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറാ. നമ്മൾ വീണ പറഞ്ഞു പോയ ഇൻസിഡന്റ് എല്ലാം നമുക്ക് ഏതൊരു പെണ്ണിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസിഡന്റും ഇതുമല്ലേ. എന്താണെന്നറിയോ രമ്യ, ഈ നമ്മൾ ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണോ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ അഭിനയിക്കുന്നതുകൊണ്ടായിരിക്കുമോ നമുക്കൊരു പ്രശ്നം വരുമ്പം ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പം ഞാനൊരു സാധാരണക്കാരിയായിരുന്നു, ചിലപ്പോൾ ഇവർക്കൊന്നും ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. ഞാനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ഞാൻ എന്തെങ്കിലും പറയുകയോ ഞാൻ എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും പറയുമ്പോൾ ഒരു പക്ഷേ ബിഗ് ബോസിൽ വന്ന് ഞാനങ്ങനെ കരയുന്നതൊക്കെ കണ്ടിട്ടായിരിക്കാം. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ ലൈഫിൽ എന്ത് പറ്റിയാൽ കൂടെ അവരത് എടുക്കുന്ന രീതി ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ നെവർ മൈൻഡ്. എത്ര നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറയണ്ടല്ലോ, ഞാനിപ്പോൾ അതൊന്നും നോക്കാതെയാണ് മുന്നേക്ക് പോകുന്നത്. പക്ഷെ ഞാൻ ചില സമയത്തിരുന്ന് ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ നമ്മൾ ഇവരുടെ മുന്നിൽ പറഞ്ഞാലും അമ്മയെ തല്ലിയ 2 വിഭാഗമുണ്ട് എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മളുള്ളത്. പക്ഷെ എന്നാലും ചിന്തിക്കും, ഇവരോട് ഞാനിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എൻ്റെ സിറ്റുവേഷൻ എന്നെ ഇങ്ങനെ ബോൾഡാക്കി. ചിലപ്പോൾ നാളെ ഞാൻ ഈ ബോൾഡ്നെസ് എൻ്റെ പോവുമോ എനിക്കറിയില്ല. ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അമ്പാടി ഞാനുമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. പക്ഷെ ഞാൻ പലപ്പോഴും എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് വരാറുണ്ട്, രമ്യ എങ്ങനെയാണ് ചേച്ചി ഇത്, ചേച്ചി തന്നെ എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കുന്നത്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല ചേച്ചി, ചേച്ചി എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് വരാറുണ്ട് ഇൻസ്റ്റയിൽ. ഞാൻ ഈ റിക്വസ്റ്റ് കാണുന്ന സമയത്ത് ചിലപ്പം നോക്കുമ്പം പല മെസ്സേജിലും എത്രയോ മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടെന്നറിയോ. ഞാൻ അവരോടൊക്കെ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്, ഞാൻ അവരോടൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറയുന്നത് ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ സ്വന്തം കാലിൽ നിന്ന് എനിക്ക് അടുത്തൊരു സ്റ്റെപ്പ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ഞാൻ എടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ
അതെൻ്റെ എനിക്ക് ഞാനൊക്കെ വിചാരിച്ച എന്നെ കൊണ്ടൊന്നും ഒന്നും ലൈഫിൽ പറ്റില്ലെന്നാ, അഭിനയിക്കാനും ഒക്കെ അറിയുള്ളൂ എന്നാ. പക്ഷെ എന്തിനെ നേരിടാൻ പറ്റിയെങ്കിൽ, നിങ്ങൾക്കൊരു കുട്ടിയല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നേക്ക് ഒത്തിരി ദൂരം പോകണം എന്ന് ചിന്തിക്കണം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇവിടുന്ന് ഞാൻ മാത്രമേ പോകേണ്ടതുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. നമുക്ക് എന്ത്, ഞാൻ എൻ്റെ മോനോട് പറയില്ല അമ്മ, അവൻ പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കാൻ വീഴുമല്ലോ. ഞാൻ അപ്പം പറയും, എനിക്ക് നിൻ്റെ പെയിൻ ഷെയർ ചെയ്യാൻ പറ്റില്ല അമ്പാടി, എനിക്ക് നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. എനിക്ക് നിൻ്റെ പെയിൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. വീണ് കഴിഞ്ഞാൽ വേദനിക്കേണ്ടത് നീയാ. തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രാത്രി കിടന്ന് ചുമയ്ക്കുന്നത് നീയായിരിക്കും. എനിക്ക് നിന്നെ തടവി തരാനേ പറ്റുള്ളൂ. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയാവോ, അവൻ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങളും. ഇപ്പം എനിക്കൊരു പ്രശ്നം വന്നാൽ ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ രമ്യക്ക്. സത്യം. അത് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാ. ഇപ്പം ഇവരീ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നമ്മൾക്കെതിരെ സംസാരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അതവർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഭയങ്കര ഞാൻ കമൻറ്റുകൾ കണ്ട് ഡൗൺ ആയിപ്പോയി. വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഞാൻ ഡീആക്ടിവേറ്റ് ചെയ്ത സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്ത് വരുന്നത്, നമുക്ക് എണീക്കണം എന്ന് നമുക്ക് സ്വന്തമായിട്ട് തോന്നണം. പക്ഷെ പെണ്ണുങ്ങളാട്ടോ ബോൾഡ്, ലേഡീസ് ഭയങ്കര ബോൾഡാണ്. ആണുങ്ങളാ സത്യം പറഞ്ഞാൽ വീക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ മെൻ്റലി പെണ്ണുങ്ങളെ പോലെ സ്ട്രോങ് വേറെ ആരുമില്ല കേട്ടോ. ഫിസിക്കലി ആണുങ്ങളാണ് സ്ട്രോങ് എന്ത് പറഞ്ഞാലും. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം. ഏറ്റവും അധികം ഇപ്പോൾ ആരെങ്കിലും പണ്ട് പറയില്ലേ, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് അത് ഭയങ്കര തനിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് എന്ന്. അത് വളരെ സത്യമാണ്. കാര്യം തണലാണ്. ഭർത്താവിന് അറിയില്ലായിരിക്കും സ്വന്തം ഡ്രസ്സ് പോലും എവിടെയാണെന്ന്. അതുപോലെയാണ് ഈ സംഭവം. അതായത് ഒരാണാണ് ഞാൻ കണ്ടിടത്തോളം ഏറ്റവും വീക്ക്. മൊത്തത്തിൽ നല്ല മെൻ്റലി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അങ്ങ് ആ വഴി പോവും. പക്ഷെ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഒരു 10 ദിവസം റൂമിൽ അടച്ച് കരഞ്ഞ് 11ാമത്തെ ദിവസം അവർ എണീക്കും. കാരണം അവരാലോചിക്കും കുഞ്ഞ് അത് എന്നൊക്കെ ആലോചിക്കും. ആണുങ്ങൾ പക്ഷെ അങ്ങനെ എല്ലാവരും ആലോചിക്കണം എന്നില്ല. മെൻ്റലി എല്ലാവരും പറയും പെണ്ണുങ്ങൾ ഭയങ്കര ലേഡീസ് ഭയങ്കര സ്ട്രോങ്ങാണ്. അത് നമ്മൾ അറിയുന്ന നിമിഷം നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ സ്ട്രോങ് ആയി നിന്നത് കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ട്രെങ്ത് വീണയിലുള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ കൂടെ നമ്മുടെ ഉറ്റവർ, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വിചാരിച്ച് വെച്ചിരുന്നവർ പോലും വീണ കുറച്ച് മുന്നേ പറഞ്ഞു വീണയെക്കുറിച്ച് മോശം പറയുക, മനസ്സിലാക്കാതെ പോയതുകൊണ്ട് വീണ അവരിൽ നിന്നും അകന്നു വന്നു എന്നുള്ളത്. ബോഡി ഷേമിങ്ങും ചെയ്തിട്ടുണ്ട് അവരെ, അല്ലേ? നമ്മുടെ അടുത്ത് നമ്മൾ ഫ്രണ്ട്സ് വരെ നമ്മുടെ ബോഡീനെ നോക്കി കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻ അതൊക്കെ ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പണ്ട് ഭയങ്കര വിഷമമായിരുന്നു. പണ്ട് കുറച്ച് കാലം മുന്നേ വരെ വിഷമമായിരുന്നു. ഈ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കുന്നത്, വണ്ണത്തിൻ്റെ പേര് കളിയാക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടില്ലായിരുന്നു. ഈ ലൂസായി കിടക്കുന്നത്, എന്തായാലും പറയാ, ഈ ഡ്രസ്സിന് പറയാം കഫ്താൻ ഡ്രസ്സ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും വണ്ണം തോന്നുന്ന ഒരു ഡ്രസ്സാണ് ഇതൊക്കെ. ലൂസാണല്ലോ. പണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇടില്ലായിരുന്നു. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. മറ്റേ കറുപ്പും എപ്പോഴും കറുപ്പ് ഇഷ്ടമാണ്. റെഡും വേറെ കളറൊന്നും യൂസ് ചെയ്യില്ല. പക്ഷെ ഇപ്പം ഞാൻ എല്ലാ കളറും യൂസ് ചെയ്യും. ഞാനിപ്പോൾ ബോധേഡല്ല. എൻ്റെ വണ്ണത്തിൽ ഞാനിപ്പോൾ ബോധേഡല്ല. ഞാൻ ഭയങ്കര ബോധേഡായിരുന്നു. എന്നെ കളിയാക്കിയിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ചെറുതിലെ മുതൽ. പക്ഷെ ഇത് ബോധേഡാവണ്ടെന്നേ. ഞാനതാ പറയണത്. എന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും ഇനി ഞാൻ ഇച്ചിരി മെലിഞ്ഞാൽ പറയും ഷുഗറാണോ എന്ന്. സത്യം. ഒരു പ്രായം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ മെലിഞ്ഞാൽ ചോദിക്കും ഷുഗറാണോ എന്ന്. എന്തോ അസുഖം വന്നു. അല്ലെങ്കിൽ അവളിങ്ങനെ മെലിയില്ല. വണ്ണം വെച്ചാൽ ചോദിക്കും, ഓ എന്നെ തീറ്റിയാ നീ ഏത് റേഷൻ കട. ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാ. എനിക്കതൊന്നും പ്രശ്നമല്ല. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ എന്നും അവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് ഒത്തിരി കാര്യമുണ്ട് മുന്നോട്ട് പോയി ചെയ്യാൻ. എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പറയുന്നവരും വലിക്കുന്നവരും എന്നെ ഇടയ്ക്ക് വെച്ച് എന്നെ മെൻ്റലി എന്നെ ഡൗൺ ആക്കാൻ നോക്കുന്നവരും, അല്ലെങ്കിൽ പല ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്ന, അങ്ങനെയൊക്കെ പലരും വരുമല്ലോ നമ്മുടെ ചുറ്റിനും. അവിടെ ഒന്നും എനിക്കിനി സമയമില്ല. 36 വയസ്സായി. അതൊരു വലിയ വയസ്സല്ല. എനിക്ക് 36 വയസ്സിൽ നിന്ന് എനിക്ക് എൻ്റെ ഇതിൽ അടുത്ത വർഷം ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കിനും എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ വലിയ രീതിയിലെത്തി. ഞാൻ എൻ്റെ ഫാമിലി ലൈഫിലും എൻ്റെ കരിയർ വൈസും ഞാൻ സക്സസ്ഫുള്ളായിട്ട് എനിക്കിങ്ങനെ വന്നിരിക്കാൻ പറ്റണം. അത് സാധിക്കുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്.
വരുന്ന 10 വർഷത്തിനകത്ത് എനിക്കറിയാം എന്തൊക്കെയാണ് എൻ്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളോ ഇങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻസോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ ആ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നത് നടക്കുന്നുണ്ട്. അതിന് അത് ഇപ്പം ഈ പ്രൊഡക്ഷൻ എന്നുള്ളത് ഇപ്പം മാനിഫെസ്റ്റ് ചെയ്ത കാര്യമല്ല, കുറേ നാളുകൾ. കുറേ കാലങ്ങൾക്ക് മുന്നേ മാനിഫെസ്റ്റ് ചെയ്തത് ഹാപ്പനായി. ഓക്കെ. അതുപോലെ മാനിഫെസ്റ്റ് ചെയ്ത പല കാര്യങ്ങളും എൻ്റെ മുന്നിൽ പതിയെ 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 നമുക്ക് വിസിബിൾ ആവുന്നുണ്ട്. അത് സംഭവിക്കും, പക്ഷെ ടൈം കൊടുക്കണം എല്ലാത്തിനും. നാളെ ഒരിക്കൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു വലിയ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചു എന്നുള്ളത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. പക്ഷെ അത് ഹാപ്പൻഡ് ആവും എന്നെങ്കിലും. ഇപ്പോൾ ഈ സിനിമയിലും അല്ലെങ്കിൽ കരിയറിലാണെങ്കിലും ഡൗൺ ആയി പോകുന്നവരോട് ഞാൻ എപ്പോഴും പറയും, എനിക്കറിയാവുന്നവർ, ഞാനീ പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നതാണ്. ഞാൻ പറയുന്നത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്യുന്നത് നിർത്തല്ലേ. നിങ്ങൾ പൈസ ഇല്ലാതെ 5 പൈസ കയ്യിലെടുക്കാനില്ലാത്ത സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, മടുക്കരുത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം ഇറ്റ് വിൽ ഹാപ്പൻ, ഉറപ്പായിട്ട് സംഭവിക്കും. ഞാനതിൽ 100% എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. ഡൗൺ ആയി പോകുമ്പോഴേ പ്രശ്നം. ഡൗൺ ആയി പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പരിധി വരെ നമ്മളെ ഒരാൾ അപ്പ് ചെയ്യാൻ കൂടെ ഉണ്ടാവുള്ളൂ. നമ്മൾ തന്നെ എണീറ്റ് വരണം. നമ്മൾ തന്നെ എണീറ്റ് വരാൻ പഠിച്ചാൽ ഭയങ്കര നല്ലതാണ്. പിള്ളേർ വീണിട്ട് തന്നെയാണ് എണീച്ച് പഠിക്കുന്നത്. ആദ്യം നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെയാണ് നമ്മളും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൈ കിട്ടും, പിന്നെ നമുക്ക് തന്നെ എണീക്കാൻ ഒരിക്കൽ പറ്റിയ പിന്നെ എപ്പോൾ ഡൗൺ ആയി പോയാലും തിരിച്ച് കയറി വരും ഉറപ്പായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനോട് ചേർത്തൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ലൈഫിൽ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ വീണ പറഞ്ഞു, വീണയെ വിഷമിപ്പിച്ച ഒരുപാട് ഇൻസിഡൻസ് പറഞ്ഞിട്ടുണ്ട്. ഇതിലിപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു ലൈഫ് ജേർണിയിൽ ഏറ്റവും കൂടുതൽ വീണ നായരെ വിഷമിപ്പിച്ച ഒരു ഇൻസിഡൻറ്റ് എന്ന് ചോദിച്ചാൽ അത് ഏതായിരിക്കും? അച്ഛൻ്റെ അമ്മയുടെ കാര്യം അത് പോട്ടെ, അത് നമുക്ക് എൻ്റെ ലൈഫിൽ എന്നും അതൊരു വേദന തന്നെയാണ്. എൻ്റെ കൂടെ തന്നെ അത്രയും സ്നേഹമായിട്ടിരുന്ന ഒരു സുഹൃത്ത് ഒരു സ്റ്റേജ് എത്തിയപ്പം എൻ്റെ അടുത്തുനിന്ന് മാറിയിട്ട് എനിക്കെതിരെ വന്നിട്ടുണ്ട്. അതെനിക്ക് അവരുടെ പേരൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വേദനയാണ് എന്നും, എപ്പോഴും, ഇന്നും അന്നും എന്നും. ആളുടെ പേര് പറയണ്ട, പക്ഷെ എന്ത് ഇൻസിഡന്റ് ആണെന്നോ, അത് ഫീൽഡിലുള്ളവർ തന്നെയാണോ? ഫീൽഡിലുള്ള ഒത്തിരി എനിക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് ആരാണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ആ ക്ലോസ് ഫ്രണ്ട്സിൽ പല ക്ലോസ് ഫ്രണ്ട്സും പല കാരണങ്ങൾ കൊണ്ട് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ച സൗഹൃദമുണ്ട്, ഗ്രാജ്വലി അത് ബ്രേക്കായിപ്പോയ സൗഹൃദമുണ്ട്. അങ്ങനത്തെ കുറേ സൗഹൃദങ്ങളുണ്ട്. അതിനകത്ത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട 1-2 സൗഹൃദങ്ങളിലൊന്ന് എനിക്ക് ഭയങ്കര എപ്പോഴും വേദനയാണ്. കുറേ കാര്യങ്ങൾ കൊണ്ട് ഞാൻ അപ്പോഴും ചിന്തിക്കും, എങ്ങനെ പറ്റണു, എനിക്ക് പറ്റില്ല അങ്ങനെ. അല്ല, എനിക്ക് പറ്റുന്നത് മറ്റൊരാൾക്ക് ആവണമെന്നില്ല. പക്ഷെ അപ്പോൾ ചിന്തിക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും, ഓക്കെ, കംപ്ലൈൻ്റ് ഒന്നുമില്ല ഒന്നിനും. മുന്നേ ആയിരുന്ന എല്ലാത്തിനും എനിക്ക് കംപ്ലൈൻ്റ് ആയിരുന്നു, ഭയങ്കര പരാതിപ്പെട്ടിയായിരുന്നു രമ്യ ഞാൻ. ഇപ്പോൾ പരാതിയൊന്നുമില്ല, മാക്സിമം ക്ഷമിക്കും എല്ലാ കാര്യങ്ങളും. ഈ അങ്ങേയറ്റം ഇതായാലേ ഞാൻ ഭയങ്കരമായിട്ട് ഇതാവുള്ളൂ. മാക്സിമം ക്ഷമിച്ചാൽ ഇപ്പം എല്ലാം പറയുന്നത്. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലുള്ളവരോടും ചുറ്റുള്ളവർ പീരീഡ്സ് ടൈം ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഞാൻ ഓക്കെയാണ്. അല്ലാത്ത സമയത്ത് എനിക്കിതൊന്നും പ്രശ്നമല്ല. വേദനിപ്പിച്ചത് അത് കേട്ടോ. അതെപ്പോഴും പറയില്ലേ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കാൻ കഴിയാവുന്ന ഒരാൾക്ക് നമ്മൾ ഏറ്റവും നന്നായിട്ട് വേദനിപ്പിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഏറ്റവും നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ ഏറ്റവും നന്നായി ചീറ്റ് ചെയ്യുന്നത്. അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ആ സമയം എത്തുമ്പോഴത്തേക്കിനും വൈകി പോയിട്ടുണ്ടാവും. പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ ചീറ്റ് ചെയ്യപ്പെടരുതെന്ന് കരുതിയിട്ടായിരിക്കും നമ്മളൊരു പുതിയ സൗഹൃദം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. നമുക്ക് മുന്നേ അറിയാൻ പറ്റില്ലല്ലോ, നമ്മൾ ചീറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മളൊരു സൗഹൃദം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അന്ന് മുതലുള്ളവർ ഇന്നും ഉണ്ട്. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എൻ്റെ ലൈഫിൽ വന്ന് എന്നെ പഠിപ്പിച്ചിട്ട് പോയവരുണ്ട്. അത് ചീറ്റ് ചെയ്തിട്ടാണെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ട് പോയി. കാരണം ഇനിയും നീ ഇവരോടൊന്നും ഒരാളോടും ഇങ്ങനെയൊന്നും ആവരുത്. എത്ര കിട്ടിയിട്ടും പഠിക്കാതെ വരുന്നത് തല്ലുള്ള എനിക്ക് തല്ല് കിട്ടാത്തതിൻ്റെ. പക്ഷെ അങ്ങനല്ല,
എനിക്ക് ഇപ്പം അറിയാം ഒരു പരിധി വരെയൊക്കെ. എങ്ങനെ നിക്കണം, എങ്ങനെ ഈ കഴിഞ്ഞത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഒരു ഫിനാൻഷ്യലി അങ്ങ് ഞാൻ ഷൂട്ട് തുടങ്ങിയിട്ട് ഞാൻ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരുന്നു. ആ സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ കൂടെ ആരൊക്കെ നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. ആ നിൽക്കുന്നവരൊക്കെ ഇനി എന്നും അങ്ങേയറ്റം വരെ ഉണ്ടാവും. അതെനിക്ക് മനസ്സിലാക്കി തന്നു എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട്. ഈ ഈ മിസ് ചെയ്തു പോയ ഫ്രണ്ട്സ് എന്തെങ്കിലും തിരിച്ച് ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ അന്ന് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വന്നിരുന്നെങ്കിൽ എന്നല്ല, തെറ്റിദ്ധാരണയുടെ പേരിലാണ് പോയേക്കുന്നത്. അതാ എൻ്റെ വിഷമം. അതാ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയോ? തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണെന്ന് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊരു തെറ്റിദ്ധാരണയിലേക്ക് എത്തുക. ഞാനൊരു നന്മ ചെയ്യാണ് രമ്യക്ക്, പക്ഷേ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഞാൻ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു കാര്യം പറയുന്നത്, പക്ഷെ അത് തെറ്റിദ്ധരിച്ചായിരിക്കും രമ്യ എടുക്കുന്നത്. അതാണ് എൻ്റെ ലൈഫിൽ സൗഹൃദത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പലതും ഞാൻ കറക്റ്റ് പറയും, ഇങ്ങനെ ചെയ്യരുത്, അല്ല അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് ശരിയായില്ല, അല്ല നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയത്, പക്ഷെ അത് തെറ്റിദ്ധരിക്കപ്പെടുക ചെയ്യുന്നത്. എനിക്കെന്തോ ഇഷ്ടപ്പെടാതെ അതുണ്ടായിട്ടാണ് എന്ന് കരുതിയിട്ട് തെറ്റിദ്ധരിക്കപ്പെടുക. എനിക്ക് വേദന വന്നിട്ടുള്ള ഈ അടുത്ത കാലത്തും എനിക്ക് വേദന വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ലൈഫിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഭയങ്കര വേദനയുള്ള കാര്യമാണ് രമ്യ. ഭയങ്കര പ്രശ്നമാണ് അത്. നമ്മളെ അത് വല്ലാതെ, അതും നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നാകുമ്പോഴാണ് ആ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ നന്നായി സ്നേഹിക്കുന്നവർക്കേ നമ്മളെ നന്നായിട്ട് വേദനിപ്പിക്കാൻ പറ്റൂ. നമ്മളെ നന്നായിട്ട് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നവരൊക്കെ നമ്മളെ നന്നായിട്ട് വഞ്ചിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും ഇവരുടെ അടുത്തു നിന്നായിരിക്കും ഒരു സ്റ്റേജിൽ. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? ബുദ്ധിമുട്ടും വിഷമവും അതിന്റെ ആ വിഷമമൊന്നും ഒരിക്കലും പോവില്ല. പിന്നെ ഞാൻ എപ്പോഴും കർമ്മയില വിശ്വസിക്കണേ. ആണല്ലേ? പിന്നെ ഇപ്പം ഈ സെക്കൻഡ് ഇവിടെ ഇരിക്കുന്നത് ഉൾപ്പെടെ എല്ലാം കർമ്മയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള എന്ത് മിസ്റ്റേക്ക്, ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള ചിലപ്പം എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കിൻ്റെ ആയിരിക്കാം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. മേ ബി അല്ലെ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ജന്മങ്ങളിലോ എന്തെങ്കിലുമൊക്കെ കർമ്മദോഷം കൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ സംഭവിച്ചേക്കുന്നത്. പക്ഷേ ഇത് നല്ല ഗുഡ് കർമ്മയ്ക്കോ ആയിരിക്കാം. ഞാൻ ഇൻഡിപെൻഡൻ്റായി ഞാൻ നന്നായിട്ട് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തുടങ്ങണം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോൾ ഇതായിരിക്കാം എൻ്റെ കർമ്മം, പറയാൻ പറ്റില്ല. അതിനെ നല്ല രീതിയിൽ ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇവിടെ തന്നെയാണ് സ്വർഗവും നരകമൊക്കെ. ഞാൻ എൻ്റെ കൺമുന്നിൽ പലതും കാണാറുണ്ട് ഇപ്പോൾ. നമ്മൾ ചെയ്യണ്ടെന്നേ, നമ്മൾ ആരോടും അങ്ങോട്ടേക്ക് ഗ്രഡ്ജ് വെക്കാതിരുന്നാൽ മതി. നമുക്ക് മുന്നിൽ കാണാൻ പറ്റും എല്ലാം. മറ്റുള്ളവർക്ക് വീണയുടെ മേളിൽ ഒരു പ്രീ ജഡ്ജ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, മുൻവിധി. വീണയിൽ നിന്നും ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ വീണ ഇങ്ങനെയല്ലല്ലോ ചെയ്തത്. എല്ലാവർക്കും ഇതുണ്ട്, വീണ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, വീണ അതേ ചെയ്യാൻ പാടുള്ളൂ. അതിൽ വല്ലാണ്ട് പെട്ടുപോയിട്ടുണ്ടല്ലേ? ഇതിപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ ഞാൻ രമ്യയെ കാണുമ്പം ഇപ്പം നമുക്കറിയാവുന്ന രമ്യല്ലല്ലോ ശരിക്കുള്ള രമ്യയാണോ? അല്ല. ഇപ്പം ഈ ഇരിക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന രമ്യല്ല ശരിക്കുള്ള രമ്യ. ഇതൊന്നും അല്ലാത്തൊരു രമ്യയും കൂടെ ഉണ്ട്. രമ്യയുടെ വീട്ടിലൊരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ഭാര്യയായിട്ടുള്ള രമ്യുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന അമ്മയായിട്ട് ഞാനും മോനും തമ്മിലുള്ള പോലെയാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റായിട്ടും എൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി സംസാരിച്ച് ഇതുപോലെയാണ് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കുന്നത്. അല്ല, എന്നെ കാണുമ്പോഴേ എല്ലാവരും ഇപ്പം ലൈഫിൻ്റെ ഏത് ഘട്ടത്തിലായാലും എന്നെ കാണുമ്പം ആദ്യമേ എന്നെ കാണുന്നൊരു എന്നെ അഹങ്കാരിയാണെന്നറിയുള്ളൂ. പിന്നെ എന്നെ എത്ര പേര് ഭയങ്കരയാണ്, ഭയങ്കര അഹങ്കാരിയാണ് എല്ലാം പറയുന്നു. എന്നോട് വന്ന് മിണ്ടിയിട്ടുണ്ടോ? ചേച്ചിയെ കണ്ടപ്പോൾ വിചാരിച്ചത് ഭയങ്കര ജാടയും ഭയങ്കര അഹങ്കാരമാണെന്നാ. വർത്താനം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ചേച്ചി ഇത്ര ഇതാണല്ലോ. എല്ലാവരും അങ്ങനെയാ, പലരും ഭയങ്കര മറ്റേ മസിൽ പിടിച്ചിരിക്കുന്നവരായിരിക്കും ഏറ്റവും പാവങ്ങൾ. ഞാൻ പറയണത് ഇപ്പോൾ പ്രീ ജഡ്ജ്മെൻറ്റിനപ്പുറം ഇപ്പം ഞാൻ രമ്യ എന്താണെന്ന് അറിയത്തുപോലും ഇല്ല എനിക്ക്. അപ്പം രമ്യ എന്ന് പറയുന്ന വ്യക്തി ഞാനായിട്ട് കണ്ടാൽ മതി. ഞാൻ അപ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എനിക്ക് പലരും എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് നിനക്ക് പലരോടും ദേഷ്യമില്ല, ഗ്രഡ്ജില്ല, എന്ത് നീ വെറുപ്പ് കാണിക്കാത്ത? എന്തിനാ വെറുപ്പ് കാണിക്കണേ? ഞാൻ രമ്യയായിട്ട്
എൻ്റെ ഫീലിങ്സ് ഇത് പറഞ്ഞ എനിക്ക് വട്ടാന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ നിങ്ങളെ എന്നിലൂടെ കണ്ടാൽ മതി, അതോടുകൂടി പല പ്രശ്നങ്ങളും തീരും. ഞാൻ വീണയുടെ അടുത്ത് വീണയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം ചോദിച്ചപ്പോൾ വീണ സൗഹൃദത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. വീണയുടെ ലൈഫിൽ വീണനെ ഒരുപാട് വിഷമിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ പറയട്ടെ. മോൻ ജനിച്ചു കഴിഞ്ഞ ഉടനെ ഏതൊരമ്മയ്ക്കും ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന മറ്റൊരു ഇതും അതും വിഷമമുള്ള കാര്യം തന്നെ. പക്ഷേ ഇതും എന്താ പറയുക, ഏതൊരു മകനെ MICയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ജനിച്ച ഉടനെ തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അമ്മയാവുകയല്ലേ. ആ ഒരു സ്റ്റേജ്, ആ ഒരു മൊമെൻറ്റ്, മോനിങ്ങനെ കിടക്കുന്നു വളരെ കുഞ്ഞ്, ആ ഒരു ഫേസ്, അത് വീണ എങ്ങനെയാ, വീണയുടെ കൂടെ ആരാ ഉണ്ടായിരുന്നത് ഇതൊക്കെ? ആ സമയത്ത് മോൻ ജനിച്ച് കാണിച്ചിട്ട് കൊണ്ടുപോയി. എന്നിട്ട് പെട്ടെന്ന് പറയുന്നു മോൻ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് MICയിലേക്ക് മാറ്റുക, ഷുഗർ ഡൗൺ ആയിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ആക്റ്റീവ് അല്ലേ, അതെന്താ അങ്ങനെ, മറ്റേ നാഗവല്ലി ചോദിക്കുന്ന പോലെ ആയിരുന്നു എൻ്റെ അവസ്ഥ. ഞാൻ ഫുള്ള് അത് കേട്ടപ്പോഴേ നോർമലായിരുന്നു ഞാൻ. അപ്പം പുള്ളിക്കാരൻ പോവുകയും ചെയ്തു ദുബായിലേക്ക് തിരിച്ച്, കുഞ്ഞിനെ കണ്ടിട്ട്. ഞാനങ്ങോട്ട് കരയാൻ തുടങ്ങി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കരഞ്ഞ് ഇപ്പം പ്രസവം കഴിഞ്ഞ് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ, അങ്ങനെ കരയാൻ പാടില്ലല്ലോ. കരഞ്ഞു കഴിഞ്ഞ് നമ്മുടെ വെയിൻസ് എല്ലാം ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. എനിക്ക് BP ഭയങ്കര ഹൈ ആയി, ഫുള്ള് എൻ്റെ ഇവിടെയൊക്കെ മുഴുവൻ നീര് വെച്ച്, കണ്ണിൻ്റെ ഇവിടെയൊക്കെ വീങ്ങി. അപ്പം ഡോക്ടർ വന്നിട്ട് പ്ലീസ് വീണേ കരയല്ലേ കരയല്ലേ, കുഞ്ഞിനൊന്നുമില്ല. എന്നിട്ട് 11 ദിവസം അവനെ MICയിലായിരുന്നു. അപ്പോൾ ഇവൻ ഫീഡ് ചെയ്യുന്നില്ല ചെയ്ത. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും കൊണ്ട് കൊടുക്കും, എല്ലാവരും ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവനെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ ഇവൻ ചെയ്ത പാൽ കുടിക്കത്തില്ല. എന്നിട്ട് ഞാൻ കരയോടി ഇരുന്നിട്ട്, ഇവിടെ ആൾക്കാർ അത്ര ഇരിക്കുക അമ്മമാർ. അപ്പോൾ അവരൊക്കെ പറയും കേട്ടോ, അയ്യോ കരയല്ലേ, അയ്യോ കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ടെന്ന് എന്നോട് പറയും. ഞാൻ പറഞ്ഞത് ഇന്നോ കുഞ്ഞ് എൻ്റെ പാല് മാത്രം എന്നെ കുടിക്കാത്ത ഇതായിരുന്നു. ഒരു അമ്മയ്ക്ക് അപ്പോഴത്തെ കൺസേൺ അതല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അവരെന്തോ അങ്ങനെ കൊടുത്തു. പിന്നെ ഷുഗർ അവൻ്റെ ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് ഇവന് ആക്റ്റീവ് ആവുന്നില്ല, കാലും കൈ വിടുന്ന തൊട്ട് പിള്ളേരെ പോലെ അനക്കുന്നില്ല. അതായിരുന്നു പിന്നെ അടുത്ത ടാസ്ക്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവൻ പതിയെ ഓക്കെ ആയി വന്നു തുടങ്ങിയത്. പിന്നെ കരച്ചിൽ, പിന്നെ അമ്പലത്തിൽ വഴിപാടാണല്ലോ പിന്നെ ബാക്കി. മണ്ണാറശാലയിൽ അടിമവിക്കുന്നു, മറ്റേ അവിടെ പഴനിയിൽ കൊണ്ട് മുട്ടയടിപ്പിക്കുന്നു, തിരുപ്പതിയിൽ അങ്ങനെ 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 സർവ്വ ദൈവങ്ങൾക്കും നമ്മൾ കണ്ണൻ്റെ അമ്മയും കുറേ കണ്ണൻ്റെ അമ്മയെന്ന് കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണൻ്റെ അമ്മ ഇങ്ങനെ അവരുടെ ആദ്യത്തെ കുഞ്ഞല്ലേ അവരുടെ കുടുംബത്തിലെ. അപ്പം അവർക്ക് ഭയങ്കര, അവർക്കും വിഷമം, ഞാനാണ് അതിലും വിഷമം. എനിക്ക് ഇത് അമ്മയോടൊക്കെ പറയുന്നതിന് നമുക്ക് പരിധി ഉണ്ടെന്നെല്ലാം ഞാൻ അമ്മയോട് പറയും. എന്നാലും അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അമ്മയെ ആലോചിച്ചു, ഇവരെന്തുമാത്രം വേദന സഹിച്ചാ എന്നെ പ്രസവിച്ചതെന്ന്. ഒരമ്മയുടെ വേദന അറിയണമെങ്കിൽ അമ്മയാവണം, ഒരച്ഛൻ്റെ ഫീലിങ്സ് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും അച്ഛനാവണം. ആ ഒരു സ്റ്റേജിലൂടെ. പക്ഷെ എന്നാലും അമ്മയുടെ ഫീലിങ്സ് ഒരു പ്രത്യേക ഫീലിങ്സ് തന്നെയാണ്. ഇത് എല്ലാവരും പറയും, ഓ അമ്മ ചോദിച്ചാൽ അങ്ങനല്ല, അതങ്ങനാ. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും അമ്മയോളം വലുത് ഒന്നുമില്ല കേട്ടോ. അയ്യോ, അത് എൻ്റെ അമ്മയോട് ഞാൻ വഴക്ക് പിടിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അത് പറഞ്ഞിട്ടാണ് പിന്നെ കുറേ ദിവസങ്ങൾ ഞാൻ കരഞ്ഞത്. മോൻ്റേത് പിന്നെ ഓക്കെ ആയി. മോൻ 11 ദിവസം കഴിഞ്ഞ് അവൻ ആക്റ്റീവായി. പിന്നെ പാലുകൂടി തുടങ്ങിയിട്ട് 3 വയസ്സിലാണ് പാലുകൂടി നിർത്തിയത്. ദൈവം അനുഗ്രഹിച്ച്, ഭഗവാൻ അനുഗ്രഹിച്ച് പിന്നെ അവൻ്റെ കാര്യത്തിൽ ഈ സെക്കൻഡ് വരെ വിഷമിക്കേണ്ടി ടച്ച് വന്നിട്ടില്ല. അസുഖങ്ങളില്ലാതെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ലൈഫിൽ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണെന്നറിയോ? ആരോഗ്യമുള്ള ഒരു ശരീരമാണ്. അതുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. കാലും കൈക്കും ആവതുണ്ടെങ്കിൽ ജോലി ചെയ്തൂടെ? ഇപ്പം ഈ ഇൻഡസ്ട്രി അല്ലെങ്കിൽ കൂടെ ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കും, ഡാൻസ് സ്കൂൾ ഇട്ട് ജീവിക്കും. ഞാൻ എവിടെ അങ്ങനെ ഒരു അയ്യോ ഇതേമേ എനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയില്ല, ഇനി ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. നെക്സ്റ്റ് ഓപ്ഷൻ അതുപോലെ ചെയ്താൽ മതി എല്ലാവരും. പക്ഷെ ഡൗൺ ആയി പോകുമ്പോഴേ പ്രശ്നം വരുന്നത്. ഇപ്പം മോനും അമ്മയുടെ പിന്നാലെ അമ്മയുടെ അതേ ആക്ടിങ് സ്കില്ലൊക്കെ കിട്ടി. അവനും സീരിയൽ ചെയ്തു, സിനിമ ചെയ്യുന്നു. മോനും ഈ ഇൻട്രസ്റ്റ് തന്നെ ശരിക്കും ഫുൾ അവന് ഇതിലേക്ക് തന്നെ എന്നാണോ പറയണത്? ഭയങ്കര ഇഷ്ടമാണ്, ഫുട്ബോളാണ് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണല്ലോ പിള്ളേരുടെ. അമ്പാടി കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോള്. അതോടൊപ്പം തന്നെ അഭിനയം ഭയങ്കര ഇഷ്ടമാണേ. ഭയങ്കര ഇഷ്ടം. പാട്ടൊന്നും പാടുമെന്നല്ലാതെ അതിനോട് വലിയ താല്പര്യമില്ല. അഭിനയം
ഈ കഴിഞ്ഞ നമ്മുടെ വെബ് സീരീസിൻ്റെ ഇവൻ്റെ ഷൂട്ട് കിടക്കുമ്പോൾ ഞാനവിടെ ഇല്ല ലൊക്കേഷനിൽ, ഞാൻ പുറത്താ. ഞാനതിനെപ്പറ്റി ബോധ്യമായിട്ടല്ല, കാരണം അവൻ സീരിയലിലൊക്കെ പോയി അഭിനയിച്ചിട്ടുള്ളതുകൊണ്ട് അവനോട് സൈജുവേട്ടൻ വന്നിട്ട് പറയുക ഗംഭീര ടൈമിങ് ആടി അവനെന്ന്. നല്ല ആർട്ടിസ്റ്റാണ്, നല്ല റിയാക്ഷൻ, ചെറിയ ക്യാരക്ടർ അവൻ, പക്ഷെ നല്ല റിയാക്ഷൻ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങളുടെ റീൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ എന്തൊരു ഇന്നസെന്റ് ആണ് അവൻ. നല്ല ഭയങ്കര എൻ്റെ ടച്ച് ഷൂട്ട് എൻ്റെ ദൈവം എനിക്ക് മറ്റേ എന്താ പറയുക, എൻ്റെ ഈ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ കണ്ടിട്ട് ഇത്രയും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ്, അതിപ്പോൾ ഞാൻ വിഷമിച്ചാലും അവൻ്റെ അച്ഛൻ വിഷമിച്ചാലും ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. അത്ര രണ്ടുപേരെയും അവൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യും, രണ്ടുപേരെയും അവൻ വിഷമിപ്പിക്കത്തില്ല. അവനോട് അച്ഛനാണോ അമ്മയാണോ ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് അച്ചക്കുട്ടി അമ്മക്കുട്ടി ഇഷ്ടം, അല്ലാണ്ട് അവൻ വേറൊരിതില്ല. അവൻ അച്ഛനോടും അങ്ങനെ തന്നെയാണ്, അവൻ്റെ അമ്മയോടും അവൻ അങ്ങനെയാ. ഒരാളെയും വിഷമിപ്പിക്കില്ല, ഒന്നിനു വേണ്ടി വാശി പിടിക്കത്തില്ല. ഇപ്പോൾ ടി വി കണ്ടോണ്ടിരിക്കാൻ ടി വി ഓഫ് ആയിട്ട് കിടന്നേ ഓ ഇനി ഞാനിപ്പോൾ വേറെ സംസാരമൊന്നുമില്ല, ആള് ഓക്കെയാണ്. ഇപ്പം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ചിലപ്പോൾ 10-15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ കാണുന്ന ദിവസങ്ങളുണ്ട്. എന്നാൽ എന്നെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കൽ, വിളിക്കും, ചോദിക്കും അമ്മ എന്നാ അമ്മ വരുന്നത്, ഇത് മാത്രമേ ഉള്ളൂ. അത് വരുന്നെന്നുള്ള ചോദ്യമേ ഉള്ളൂ. 91ാമത്തെ ദിവസം മുതൽ എൻ്റെ ലൊക്കേഷനിൽ വന്ന് തുടങ്ങിയതാ. ഞാൻ 91ാമത്തെ ദിവസം കുഞ്ഞ് ജനിച്ചിട്ട് ഷൂട്ടിന് അഭിനയിക്കാൻ തുടങ്ങി സിനിമ. അന്ന് മുതൽ കാറിലും റൂമിലും ഒക്കെ അവനായിട്ടല്ലേ പോണേ. ഫീഡിങ് ഉള്ളതുകൊണ്ട് അവനില്ലാതെ പോകാൻ പറ്റില്ല. അവന് ഭയങ്കര യൂസ്ഡാ. എല്ലാവരും കുഞ്ഞുങ്ങളെ മറ്റേ ചൂടുവെള്ളം മാറിച്ചൊക്കെ കൊടുക്കും. ഞാൻ അമ്പാടി ജനിച്ച 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ നോർമൽ നമ്മുടെ അക്വാഫിന വെള്ളമില്ലേ അത് തന്നെ കൊടുത്തിട്ടുള്ളൂ. അത് ചൂടാക്കി നമ്മൾ എങ്ങനെ പിള്ളേരെ, എനിക്ക് അമ്പാടിക്ക് വേണ്ടി ഹാൻഡ് ബാഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ആണോ? ഒരു ഒരു മമ്മി അങ്ങനത്തെ സാധനം എനിക്കില്ലായിരുന്നു. കാരണം അവന് ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. 6 മാസം കഴിഞ്ഞപ്പോൾ എല്ലാം ഞാൻ ഞെവിടി കഴിപ്പിച്ചു തുടങ്ങി. പിന്നെ അവൻ അതായിരുന്നു ഇഷ്ടം. പിന്നെ കുറച്ചായപ്പോൾ തന്നെ പെറുക്കി തിന്നു തുടങ്ങി. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇന്നേ സെക്കൻഡ് വരെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം കണ്ണനും ഭയങ്കര നല്ല ബേബിയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത് ചെറുതിലെ. എൻ്റെ ചേട്ടൻ നല്ല, ഞാൻ മഹാഗുരുത്തം കെട്ടതായിരുന്നു ചെറുതിലേക്ക്. എൻ്റെ സ്വഭാവമല്ല എന്തായാലും കിട്ടിയിരിക്കുന്നത്. ഒന്നെങ്കിൽ കണ്ണൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയോ അല്ലെ ചേട്ടൻ്റെയോ ഒക്കെയാണ് കിട്ടിയേക്കുന്നത്. നമ്മളേറെ ആരാധിക്കുന്ന, നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ ലളിതാമ്മ, KPS ലളിതാമ്മ പറഞ്ഞിട്ടുണ്ട്, ലളിതാമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള 2 പേരിൽ ഒന്ന് മഞ്ജു പിള്ളിയും മറ്റേത് വീണ നായരുമാണ്. ഇവരുടെ 2 പേരുടെയും കൂടെ അഭിനയിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ലളിതാമ്മ പറഞ്ഞിട്ടുള്ള കാര്യം വീണയ്ക്ക് അറിയായിരിക്കും, കേട്ടിട്ടുണ്ടോ? വീണ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ല. ഇത് ഒന്ന് പോ വീണ, ഞങ്ങളെല്ലാരും കേട്ടിട്ടുണ്ടല്ലോ ലളിതാമ്മ പറഞ്ഞ കാര്യം. കേട്ടിട്ടില്ലേ? എന്നാ ഇപ്പൊ കേട്ടോളൂ. അതെ, ലളിതാമ്മ പറഞ്ഞിട്ടുണ്ട് ലളിതാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പേരിൽ ഒന്ന് മഞ്ജു പിള്ളിയും വീണ നായരുമാണെന്ന്. ഈ ഒരു തലമുറയിൽ അമ്മയായിരുന്നു. അതെ, കൂടെ അഭിനയിച്ച ആൾക്കാരെ കുറിച്ചൊക്കെ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പം ലളിതാമ്മ പറഞ്ഞ കാര്യമാണ്. വളരെയധികം കംഫർട്ടബിൾ ആണ്. പിന്നെ മഞ്ജു ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, സ്വന്തം അമ്മേനെ പോലെ നമ്മൾ സെറ്റിലിരുന്ന് നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അമ്മയെ പോലെ തന്നെ അടിയും തരും, ചീത്തയും പറയും, നല്ലത് പറയും എന്നുള്ളത്. കൊറ്റൊരു വിഷമം. അമ്മ എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിന് ആരുമില്ല, അച്ഛനും ഇല്ല, അമ്മയില്ല, ബ്രദറും ഇല്ല, അങ്ങനെ ഒരു കല്യാണമായിരുന്നു എൻ്റെ. കല്യാണത്തിന് ഞാൻ കല്യാണം കഴിഞ്ഞപ്പം എന്നെ അമ്മ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ 2 ദിവസം കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അമ്മ. 2 ദിവസം കഴിഞ്ഞില്ല, പിറ്റേന്ന് തന്നെ വിളിച്ചു അമ്മ. എന്നെ അമ്മ, ലൈഫിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും ഫാമിലി ലൈഫ് വിട്ട് കളയരുത്, എന്ത് നീ സ്ട്രഗിൾ ചെയ്താലും നീ വിട്ട് കളയരുത്. ഒരു പരിധിവരെയൊക്കെ നമ്മളത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന് വിട്ട് കളയാതിരിക്കാൻ. പക്ഷേ ഒരു സ്റ്റേജ് എത്തിയപ്പം നമുക്ക് ഒന്നും പറ്റാതെ വന്നുകൊണ്ടാണ്. ഈയിടെ ഒരു യൂട്യൂബ് ചാനലിലൂടെ കണ്ടതാണ് വീണ നായരുടെ ജീവിതത്തിൽ പുതിയൊരു സന്തോഷം, കല്യാണം എന്നൊക്കെ പറഞ്ഞത്. അത് ചുമ്മാതെയാ? അല്ല, അത് അവര് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ കാര്യമായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. എന്നിട്ടാണ് ഇത് എന്റെ ജീവിതത്തിൽ പുതിയൊരു സന്തോഷം ഞാൻ അറിയിക്കാൻ പോണു എന്നൊക്കെ പറഞ്ഞപ്പം. അല്ല, അങ്ങനെയല്ല, എന്താ പറയുന്നേ, അങ്ങനെ ഒരാൾ വേണം എനിക്ക്. ഓക്കെ, അങ്ങനെ ഒരാൾ വേണം എന്നുള്ളത് ആവശ്യമാണ്. അത് ഞാൻ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എനിക്കൊരു ഫാമിലി ലൈഫ് അന്നും ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് പറയും, നീ 100 വട്ടം ആലോചിക്കണം, നീ 100 വട്ടം ആലോചിക്കണം എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറയും. അപ്പം ഞാൻ പറഞ്ഞു, പെട്ടെന്ന് നാളത്തേക്കൊന്നും അല്ല, ഒരു ടൈമൊക്കെ എടുത്ത് സമയമുണ്ടല്ലോ,
എല്ലാം കൊണ്ടും ഓക്കെ ആയി അങ്ങനെയൊക്കെ ഒരാൾ ലൈഫിൽ വന്നാൽ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഓക്കെ, ഉറപ്പായിട്ടും ഉണ്ടാവും. ഉണ്ടാവും. അങ്ങനെ വരണം എന്നാണ് എനിക്ക്. കാരണം ചില സമയത്ത് നമുക്ക് തോന്നും നമുക്കൊന്ന് ഷൂട്ടും ടെൻഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പം എടി പോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ ഹഗ് ചെയ്ത് മോളെ എടി പോട്ടെ സാരമില്ല എന്ന് പറയുന്ന എൻ്റെ അച്ഛനെ പോലെ, എൻ്റെ അമ്മയെ അങ്ങനെ 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 സ്നേഹിച്ച എൻ്റെ അച്ഛനെ പോലെ അമ്മയെ സ്നേഹിച്ച അങ്ങനെ ഒരു അച്ഛനുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ടാവട്ടെ. അങ്ങനെ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ടോ? ഇതുവരെ കണ്ടുവച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ വന്നാൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഉണ്ടാവണം. കാരണം അല്ലാണ്ട് എനിക്ക് വേറെ ആരും മോനല്ലേ ഉള്ളൂ വെച്ചാൽ മോൻ തന്നെ ഭയങ്കര സംഭവമാണ്. എന്നാലും അപ്പനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ വിളിച്ചൊക്കെ അന്വേഷിക്കാൻ ഒരാൾ രസമാണ്. അതെ, നമ്മളെ ഇടയ്ക്ക് ശകാരിക്കാനും അതെ, നമ്മളെ സ്നേഹിക്കാനും. ഇതിനകത്ത് ഏതോ ഒരു ഉരുകി സ്നേഹിക്കുന്ന ഒരാൾ വരണം എന്ന് പറയില്ലേ, അങ്ങനെ ഒരാൾ ലൈഫിൽ എൻ്റെ എത്രയും വേഗം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ 2020 അവസാനത്തോടുകൂടി ഞാൻ അവിടുന്ന് പോകുന്നതാ. അങ്ങനെ ഒരാൾ വന്നാൽ വരും, തീർച്ചയായിട്ടും വരും. ഓക്കെ, അങ്ങനെ ആവട്ടെ. വീണയുടെ ജീവിതത്തിൽ എന്താ പറയുക, ഒരുപാട് ആഗ്രഹിക്കണം, ഡ്രീം ബിഗ്, നമ്മൾ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. വീണയ്ക്ക് സ്വന്തം അനുഭവത്തിൽ തന്നെ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ, എല്ലാം വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങളെല്ലാം വീണ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നല്ലൊരു ഭർത്താവ്, നല്ല പ്രൊഡക്ഷൻ കമ്പനി നല്ല രീതിയിലേക്ക് പോവുക, ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ലഭിക്കുക, ഒരുപാട് നല്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമാകുക. ഭർത്താവ് നല്ലൊരു പാർട്ട്ണർ. പേര് നമുക്ക് കൊടുക്കണ്ട, പേര് വേണ്ട, എന്തെങ്കിലും ആവട്ടെ അല്ലേ. അങ്ങനെ അതൊന്നും വേണ്ട, കൺസെപ്റ്റ് ഒന്നും വേണ്ട. കൺസെപ്റ്റ് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു ഒരു സമയത്ത്. കൺസെപ്റ്റ് വേണ്ട, പാർട്ട്ണർ. അപ്പോൾ ഒരു ലിവിങ് ടുഗെദർ എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് അപ്പോൾ പിന്നീട് ആദ്യം നമുക്ക് ആളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അല്ല, ഇൻ ബിറ്റ്വീനൊക്കെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് വന്ന് അതൊന്നും നമുക്ക് വർക്കൗട്ട് ആവാതെ പോയിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ കുറെ ആലോചിച്ചിട്ടായിരിക്കും ഇനിയും ലൈഫിൽ എടുക്കും. എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് ഒരു 2-3 മക്കളും ഒക്കെ വേണം, പണ്ടത്തെ ആഗ്രഹം. പക്ഷെ ആ പേടി ഇപ്പോഴൊന്ന് മാറിയത്. പേടിയെന്ന് വെച്ചാൽ അയ്യോ അത് അദ്ദേഹമായിട്ടുള്ളത് പേടിച്ച ലൈഫ് അങ്ങനെയല്ല ഞാൻ പറയണത്. ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ഡിവോഴ്സ് അങ്ങനത്തെ, അതൊരു രസമുള്ള പരിപാടിയല്ലെന്നേ. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാതെ പോകാൻ പറ്റുമെങ്കിൽ എല്ലാവരും പോകണം. ഇത് ഭയങ്കര ചൊറ പിടിച്ച പരിപാടി. അത് കല്യാണം കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്, ഡിവോഴ്സ് ചെയ്യാൻ ഭയങ്കര പാടാ. അപ്പൊ അതുകൊണ്ട് ആരും ഡിവോഴ്സ് ഒന്നും ചെയ്യരുത്. മാക്സിമം ഒക്കെ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. വീട്ടുകാരോടൊക്കെ പറഞ്ഞ് പലതും അങ്ങനെ പറയാതെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്.